الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. കഴിഞ്ഞ ആഴ്ച പുറത്തു പോയിരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് വലിയ ബ്ലോക്കിൽ അകപ്പെട്ടു. ഒരു വഴിയില്ല അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ എനിക്ക് ക്ലാസ്സിന് വരാൻ കഴിഞ്ഞില്ല. ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങി നിങ്ങളുടെ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വന്ന് അത് ലഭിക്കാതെ തിരിച്ചു പോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് ആരംഭിച്ചു. പ്രവാചകനോട് അടുത്ത അവിടുത്തെ ഭാര്യ ആത്മസുഹൃത്തായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് പോലത്തെ ചുരുക്കം ആളുകൾ ഏറ്റവും ആദ്യം ആ ദഅവത്ത് സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ദഅവത്തിൻ്റെ ഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അൽ-അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, തൽഹത്ത് ബിൻ ഉബൈദുള്ള പോലത്തെ അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രമുഖരായ ഈ സഹാബികൾ ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സുമ്മ തല ഹഉലാഇ അമീനു ഹാദിഹിൽ ഉമ്മ. പിന്നെ ഇവരോട് തുടർന്നുകൊണ്ട് ഈ ഉമ്മത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള വിശ്വസ്തൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശേഷിപ്പിച്ച അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ, എല്ലാ ഓരോ സമുദായങ്ങളിലും ഒരു പ്രശസ്തനായ വിശ്വസ്തന അമീൻ എന്ന് പറയുന്ന സ്ഥാനക്കാരുണ്ട്. ഈ ഉമ്മത്തിലുള്ള അമീൻ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് ബനുൽ ഹാരിസ് കുടുംബത്തിൽപ്പെട്ട റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ അബൂ സലമത്ത് ബിൻ അബ്ദുൽ അസദുൽ മഖ്സൂമി, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിച്ചിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു. വംറഅത്തുഹു ഉമ്മു സലമ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമ, അവർ ഇസ്ലാമിലേക്ക് വന്ന് അവർ ഹിജറ പോകുന്ന ആ സംഭവമൊക്കെ സംഭവബഹുലമാണ്. അവർ സഹിച്ച ത്യാഗങ്ങൾ, അതിൻ്റെ പേരിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ. അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യ ഉമ്മു സലമയെയും ചെറിയ കുഞ്ഞിനെയും കൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് ആ യാത്ര തടഞ്ഞു. അബൂ സലമ പോവുകയാണെങ്കിൽ അവന് പോയിക്കോട്ടെ, ഉമ്മു സലമയെ ഒരിക്കലും ഞങ്ങൾ പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും കൂടലും, ആ കുഞ്ഞിനെ ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ടും മറ്റൊരു വിഭാഗം ആളുകൾ ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് അതിൻ്റെ കൈ ആ സദസ്സിൽ വന്ന് വേർപെട്ടു പോകലും ദുരിതപൂർണമായ പരിതാപകരമായ അവസ്ഥ. എന്തെന്നെയാണെങ്കിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഭാര്യയെയും ആ കുഞ്ഞിനെയും ഹിജറ പോകാൻ അവർ അനുവദിച്ചില്ല. ഒരു വർഷത്തോളം പിന്നീട് സങ്കടപ്പെട്ട് ദുരിതപ്പെട്ട് അവർ മക്കയിലും മദീനയിലും, ഒരു കൂട്ടർ അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിൽ, ഉമ്മു സലമയും കുട്ടി മക്കയിൽ, ഇങ്ങനത്തെ പ്രയാസകരമായ ചരിത്രങ്ങൾ. അതിൻ്റെ ശേഷം പിന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് മരണപ്പെട്ട് ഉമ്മു സലമ സങ്കടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭവം പറഞ്ഞ്, ഇതൊക്കെ ശേഷം ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വൽ അർഖം ഇബ്നു അബിൽ അർഖം അൽ മഖ്സൂമി, ഉസ്മാൻ ഇബ്നു മദ്ഊൻ അൽ ജുമഹി വഅഖവാഹു ഖുദാമ വഅബ്ദുള്ള. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞ ഹുദൈബിയത്തിൽ വെച്ച് വധിക്കപ്പെട്ടതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാർ ഖുദാമ, അബ്ദുള്ള, ഉബൈദത്ത് ബിനുൽ ഹാരിസ് ബിനുൽ മുത്തലിബ് ബിൻ അബ്ദു മനാഫ്, സഈദ് ബിൻ സെയ്ദ് അൽ അദവി, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ച സഈദ് ബിൻ സെയ്ദ് അൽ അദവി. വംറഅത്തുഹു ഫാത്തിമ ബിൻതുൽ ഖത്താബി അൽ അദവിയ, ഉഖ്തു ഉമർ ബിൻ അൽ ഖത്താബി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയായ ഫാത്തിമ. ഖബ്ബാബ് ബിൻ അൽ അറത്ത് അത്തമീമി റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. ഉമ്മു അൻമാർ എന്ന് പറയുന്ന ഖുറൈശി വനിതയുടെ അടിമയായിരുന്നു. അദ്ദേഹം ഏകദേശം 20ഓളം വയസ്സുള്ള സമയത്താണ് ഇസ്ലാമിലേക്ക് വന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം യജമാനത്തിയായ ഉമ്മു അൻമാർ എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹത്തിനെ മാരകമായി പീഡിപ്പിച്ചിരുന്നു. ഇരുമ്പിൻ്റെ ദണ്ടുകൾ പഴിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തലയിലും പുറത്തും വെക്കുമായിരുന്നു. മറ്റുള്ള ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവരിലേക്ക് വിട്ടുകൊടുക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. 20ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്നു, ചോരത്തളപ്പിൻ്റെ യുവത്വത്തിൻ്റെ ആ പ്രായത്തിൽ.
ഒരുപാട് പീഡനങ്ങൾ. അടിമകളാകുമ്പോൾ പ്രത്യേകിച്ച് അവരെക്കുറിച്ച് ചോദിക്കാനും പറയാനും ആളുമില്ല. അവരുടെ യജമാനന്മാർ മുശ്രിക്കുകൾ കുഫാറുകളാണെങ്കിൽ അവർക്കനുസരിക്കുന്ന നിലക്കുള്ള പീഡനങ്ങൾ, മർദ്ദനങ്ങൾ അവരെ അഴിച്ചുവിടുമായിരുന്നു. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വംറഅതുഹു അസ്മാ ബിൻതു ഉമൈസ്, ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ അസ്മാ റളിയല്ലാഹു അൻഹ മദീനയിൽ ചെന്ന് അതിൻ്റെ ശേഷം അതിൻ്റെ റോമക്കാരായ ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ സൈന്യത്തിൻ്റെ തലവൻ അമീറന്മാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ജാഫർ റളിയല്ലാഹു അൻഹു അബൂ താലിബിൻ്റെ മകനായ ജാഫർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സ്വഭാവവും എൻ്റെ രൂപഘടനയും ലഭിച്ച ആളാണ് ജാഫർ റളിയല്ലാഹു അൻഹു. സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിലും റസൂലിൻ്റെ ആ പറയുന്ന ശാരീരികമായ ഘടനയിൽ പൂർണ്ണമായി യോജിച്ച ആളായിരുന്നു ജാഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആദ്യ കാലഘട്ടത്തിൽ പ്രയാസം സഹിക്കാൻ കഴിയാതെ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോവുകയും നജ്ജാശി രാജാവിൻ്റെ അടുത്ത് മുശ്രിക്കീങ്ങൾ ഇവരെക്കുറിച്ച് അങ്ങോട്ട് ഹിജറ പോയ ആളുകളെക്കുറിച്ച് പരാതിയുമായി ചെന്ന സമയത്ത് നജ്ജാശി രാജാവിൻ്റെ ദർബാറിൽ ചെന്ന് അവരുടെ പ്രമുഖന്മാരായ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിമുകളുടെ പക്ഷത്തുള്ള ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി സൂറത്ത് മറിയം പാരായണം ചെയ്തുകൊണ്ട് പറഞ്ഞ സംഭവങ്ങൾ, ശേഷം ആ ചരിത്രങ്ങൾ ഇതിൽ വരും ഇൻഷാ അല്ലാഹ്. ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ ആസുൽ ഉമവി, അദ്ദേഹത്തിൻ്റെ ഭാര്യ അമീന ബിൻതു ഖലഫ്, ثم أخوه عمرو بن سعيد بن العاص, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അംർ ബിൻ സഈദ്, ഹാത്തിബ് ബിൻ അൽ ഹാരിസ് അൽ ജുമഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ ബിൻതുൽ മുജല്ലൽ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഖത്താബ് ബിൻ അൽ ഹാരിസ്, അവരുടെ ഭാര്യ ഫുക്കൈഹ ബിൻതു യസാർ. ഫുക്കൈഹ പെൺകുട്ടികൾക്കൊക്കെ പേരിടാൻ പറ്റുന്ന നല്ല പേരാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ സുപരിചിതമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകാൻ നിൽക്കുന്ന ആളുകൾ മനഃപ്പാടമാക്കി വച്ചോളി. വഅഖൂഹു മഅമർ ബിൻ അൽ ഹാരിസ് വൽ മുത്തലിബ് ബിൻ അസ്ഹർ അസ്-സുഹരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ റംല ബിൻതു അബി ഔഫ്, നഈം ബിൻ അബ്ദുല്ലാഹി ബിൻ നുഹാം അൽ അദവി. വഹഉലാഇ കുല്ലുഹും ഖുറശിയൂൻ, ഇവരൊക്കെ ഖുറൈശികളാണ്. മിൻ ബുത്തൂനി വ അഫ്ഖാദി ഷത്താ മിൻ ഖുറൈശ്, ഖുറൈശികളിലെ വിഭാഗങ്ങൾ, ഗോത്രങ്ങൾ, അതിൽപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവർ മുഴുവനും. ഇവരൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നവരാണ്. ഇതിൽ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം മൗലയായിരുന്നു, അടിമയായിരുന്നു. വമിന സാബിഖീന അൽ അവ്വലീന ഇലൽ ഇസ്ലാമി മിൻ ഗൈരി ഖുറൈശിൻ, പിന്നെ ഖുറൈശികളല്ലാത്ത കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യം വന്നവരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അൽ ഹുദലി, മസ്ഊദ് ബിൻ റബിയാത്തുൽ ഖാരി, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷുൽ അസദി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബൂ അഹ്മദ് ബിൻ ജഹ്ഷ്, ബിലാൽ ബിൻ റബാഹുൽ ഹബഷി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായി അറിയപ്പെട്ട, അദ്ദേഹത്തിനൊക്കെ പീഡിപ്പിച്ചിരുന്നത് ചരിത്രകാരന്മാർ പല നിലക്കും അത് വിവരിച്ചത് നമ്മൾ അറിയുന്നതും അറിഞ്ഞ ചരിത്രങ്ങളായിരിക്കും. സുഹൈബ് ബിൻ സിനാനുർ റൂമി, അദ്ദേഹം റോമക്കാരനായ ആളായിരുന്നു, അടിമയായിരുന്നു. അമ്മാർ ബിൻ യാസിറുൽ അനസി വ അബൂഹു യാസിർ വ ഉമ്മുഹു സുമയ്യ, അമ്മാർ ബിൻ യാസിർ അദ്ദേഹത്തിൻ്റെ മാതാവിനെയും പിതാവിനെയും, യാസിർ റളിയല്ലാഹു അൻഹുവിനെ മാതാവായ സുമയ്യയെ മാരകമായി ഈ മുശ്രിക്കീങ്ങൾ കുഫാറുകൾ പീഡിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം കണ്ടുകൊണ്ട് പോകുന്ന സമയത്ത് ഒന്നും അവർക്ക് സഹായമൊന്നും ചെയ്യാൻ പറ്റാത്ത പരിതാപകരമായ അവസ്ഥയുണ്ടായിരുന്നു. അവരോട് പറയുമായിരുന്നു, സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കി, ക്ഷമിക്കി, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വർഗമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. ശപിക്കപ്പെട്ട അബൂ ജഹൽ സുമയ്യ റളിയല്ലാഹു അൻഹയെ ഒരു യുദ്ധ ആയുധം കൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനത്തിൽ കുത്തിക്കൊണ്ടാണ് അവരെ കൊന്നു എന്നൊക്കെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഇസ്ലാമിലുള്ള ഏറ്റവും ആദ്യത്തെ ഷഹീദയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. പിന്നെ ആമിർ ബിൻ ഫുഹൈറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജറക്ക് വഴികാട്ടിക്കൊടുത്ത ആളാണ് എന്ന അഭിപ്രായമുണ്ട്. മദീനയിലേക്കുള്ള ഈ പറയുന്നവരൊക്കെ ഇസ്ലാമിലെ ഖുറൈശികളല്ലാതെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ്. വമിമ്മൻ സബഖ ഇലൽ ഇസ്ലാമി മിനൻ നിസാഇ ഗൈറു മിമ്മൻ തഖദ്ദമ ദിക്റുഹുന്ന, മുമ്പ് പറയുന്ന പലരുടെയും ഭാര്യമാർ ഇസ്ലാമിലേക്ക് വന്ന പേരുകൾ പറഞ്ഞു. അവരല്ലാതെ ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബഷിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ അടിമ സ്ത്രീയായിരുന്നവർ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. മാതാവ് മരണപ്പെട്ടതിൻ്റെ ശേഷം മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത അടിമ സ്ത്രീ. വഉമ്മുൽ ഫളി ലുബാബത്തുൽ കുബ്ര ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ സൗജു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്,
അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന്റെ ഭാര്യയായ ഉമ്മുൽ ഫളിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ മാതാവായ ഉമ്മുൽ ഫളിൽ ആദരണീയയായ സ്ത്രീയായിരുന്നു. തൻ്റെ ഇടവും പക്വതയുമുള്ള സ്ത്രീയായിരുന്നു. അസ്മാഉ ബിൻതു അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആയിഷ റളിയല്ലാഹുവിൻ്റെ ജ്യേഷ്ഠത്തിയായ രണ്ട് മാതാക്കളിലായിരുന്നു. രണ്ട് ഭാര്യമാരുള്ള മക്കളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ അവർക്ക് ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യം വന്ന മറ്റു സ്ത്രീകളുമാണ്. ഹഉലാഇ മഅറൂഫൂന ബിസ്സാബിഖീന അൽ അവ്വലീൻ ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ഇവർ വസ്സാബിഖൂന അൽ അവ്വലൂന മിനൽ മുഹാജിരീന എന്ന് പറയുന്ന ആ കൂട്ടത്തിലും അല്ലാതെ ഇസ്ലാമിലേക്ക് ആദ്യം വന്നവർ എന്നുള്ള നിലക്ക് മുഹാജിരീങ്ങളുടെ കൂട്ടത്തിൽ മറ്റുള്ളവരുണ്ട്. ഇവരാണ് ഏറ്റവും ആദ്യം വന്നവർ. വയദ്ഹറു ബഅദ തതബ്ബുഇ വൽ ഇസ്തിഖ്റാഇ ചരിത്ര പുസ്തകങ്ങളും മറ്റും പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ അതിൽ വന്ന അധ്യാപനങ്ങൾ കാര്യങ്ങളൊക്കെ വിവരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അന്ന അദദൽ മൗസൂഫീന ബിസ്സബഖി ഇലൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് ആദ്യകാലം വന്നവർ എന്നുള്ള ആ ആദരവ് വിശേഷണം ലഭിച്ച ആളുകളുടെ എണ്ണം വസല ഇലാ 130 റജുലൻ വമ്ര 130ഓളം പുരുഷന്മാരും സ്ത്രീകളും കൂടുതൽ പുരുഷന്മാരാണ് സ്ത്രീകളും ഉണ്ട്. 130ഓളം പേരാണ് ഇസ്ലാമിലേക്ക് ആദ്യം വന്നവർ എന്ന് ചരിത്ര പുസ്തകങ്ങളും മറ്റും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. വലാകിൻ ലാ യുറഫു ബിൽളബ്തി അന്നഹും കുല്ലുഹും അസ്ലമു ഖബല ഹിജ്റത്തി ബിദ്ദഅവ ഖബല ജഹരി ബിദ്ദഅവ പരസ്യമായ പ്രബോധനത്തിൻ്റെ മുമ്പാണോ ഇവരൊക്കെ വന്നത്? അതല്ല, ഇവരിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യമായ ദഅവത്ത് നമ്മൾ പറഞ്ഞു ആദ്യം രഹസ്യമായിട്ടായിരുന്നു 3 വർഷക്കാലം. പിന്നീടാണ് പരസ്യമായിട്ടുള്ള ദഅവത്ത് പ്രബോധനമുണ്ടായത്. അപ്പോൾ ഇവർ അതിൻ്റെ മുമ്പാണോ ശേഷമാണോ എന്നുള്ളത് കൃത്യമായ ഒരു വിവരം നമ്മളെ അടുത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ വമിൻ അവാഇലി മാ നസല മിനൽ അഹ്കാമി അൽ അംറു ബിസ്സലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, റിസാലത്ത് കിട്ടി, ദഅവത്തൊക്കെ ആരംഭിച്ചതിൻ്റെ ശേഷം ഏറ്റവും ആദ്യം അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മോട് നിർവഹിക്കാൻ വേണ്ടി വന്ന കൽപ്പനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയാണ്. തൗഹീദിൻ്റെ ശേഷം ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയാണ് എന്നുള്ള കാര്യം അത് അറിയപ്പെട്ടതാണ്. അത് എന്നാണ് എന്നുള്ള കാര്യത്തിൽ ഇസ്രാഇന്റെ രാത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ഏക അഭിപ്രായമുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഖാല ഇബ്നു ഹജറിൻ റഹിമഹുല്ലാഹ് അൽ അസ്ഖലാനി കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൽ ഇസ്റാഇ യുസല്ലി ഖത്അൻ വകദാലിക അസ്ഹാബുഹു ഇസ്രാഇന്റെ അന്നാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നിസ്കരിക്കലുണ്ടായിരുന്നു, നിസ്കാരം നിർവഹിക്കലുണ്ടായിരുന്നു റസൂലും സഹാബികളും. പക്ഷേ വലാകിൻ ഇഖ്തിലിഫ ഹൽ ഫുരിള ശൈഉൻ ഖബല സ്വലവാത്തിൽ ഖംസ് ഈ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് മറ്റ് ഏതെങ്കിലും നിസ്കാരം ഫർളായി നിർബന്ധമായിട്ട് കൽപ്പിക്കപ്പെട്ടിരുന്നോ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഉലമാക്കളുടെ ഇടയിൽ. അതോ ഇല്ലേ എന്നുള്ള ഫഖീല. അപ്പോൾ ഒരഭിപ്രായം ഇന്നൽ ഫർള കാനത്ത് സ്വലാത്ത് ഖബല തുലൂഇ ശംസി വ ഖബല ഖുറൂബിഹ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പും അതേപോലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് അഥവാ സബാഹ് മസായിലുള്ള രാവിലെയും വൈകുന്നേരമുള്ള ഇബാദത്ത് എന്നുള്ള നിലക്ക് നിസ്കാരം നിർബന്ധമായിട്ടുണ്ടായിരുന്നു. 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് എന്ന അഭിപ്രായമുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു അഭിപ്രായമാണ് ഇൻതഹ. വറവൽ ഹാരിസ് ഇബ്നു അബി ഉസാമത മിൻ ത്വരീഖ് ഇബ്നു ലുഹൈഅത മൗസൂലൻ അൻ സയ്യിദ് ഇബ്നു ഹാരിസത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലി മാ ഊഹിയ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നതിൻ്റെ ആദ്യ സമയങ്ങളിൽ ഒരു പ്രാവശ്യം അത്താഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വന്നു. ഫഅല്ലമഹുൽ വുളു അംഗശുദ്ധി എങ്ങനെയാണ് വുളു എടുക്കൽ എങ്ങനെയാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഫലമ്മ ഫറഗ മിനൽ വുളുഇ അങ്ങനെ ആ വുളു അത് വിരമിച്ച് അത് അവസാനിച്ചതിൻ്റെ ശേഷം അഖദ ഗർഫത്തൻ മിമ്മാഇൻ ഫനളഹ ബിഹാ ഫർജഹു ഒരു കോരൽ വെള്ളമെടുത്തിട്ട് അവിടുത്തെ ഗുഹ്യസ്ഥാനത്തിലേക്ക് അത് തെറിപ്പിച്ചു. ആ വെള്ളം അതിലേക്ക് കുടഞ്ഞു എന്ന് പറയുന്ന റിവായത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് ലഈഫാണ്. മുഹദ്ദിസീങ്ങൾ പല പണ്ഡിതന്മാരും അത് സ്വീകരിക്കാൻ പറ്റാത്ത വഴികളിൽ കൂടെയാണ് എന്ന് പറഞ്ഞതാണ്. വഖദ് റവാഹു ഇബ്നു മാജ ബിമഅനാഹു ഇബ്നു മാജ റഹ്മഹുല്ലാഹ് പോലത്തവരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ പറ്റാത്ത വഴികളിൽ കൂടെ സനദുകളിൽ കൂടെ വന്നതാണ്. വഖദ് ദക്കറ ഇബ്നു ഹിശാം മുഹമ്മദ് ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു കാനു ഇദാ ഹളറത്തിസ് സ്വലാ റസൂലും സഹാബികളും നിസ്കാരത്തിന്റെ സമയമായാൽ
ദഹബൂ ഫി ശിആബി മലഞ്ചെരുവുകളിലും മറ്റ് ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ പോയി ഫസ്തഖഫൂ ബി സ്വലാത്തിഹിം മിൻ ഖൗമി മറ്റുള്ള കുടുംബങ്ങൾ കാണാതെ നിസ്കരിക്കലുണ്ടേനു എന്ന് പറഞ്ഞു റിവായത്ത്. അതും ശേഷം പറയുന്നത് ദഈഫാണ്, ബലഹീനമായ റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ അബൂ താലിബ് ഒരിക്കൽ റസൂലും അലി റളിയല്ലാഹു അൻഹും നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവരോട് എന്താണ് നിങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു. മനസ്സിലാക്കി കാര്യം അബൂ താലിബിന് മനസ്സിലായ സമയത്ത് നിങ്ങൾ ഈ ആരാധന നിർവഹിച്ച് മുന്നോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു എന്നാണ്. അത് ദഈഫാണ്. ഷെയ്ഖ് റഹിമഹുള്ള ഈ ചരിത്രത്തിൻ്റെ കൂടുതൽ പറയുന്നു, അത് ബലഹീനമാണ്, ദഈഫാണ്. ഏതാണെങ്കിൽ തിൽക ഹിയൽ ഇബാദത്തുല്ലത്തി ഉമിറ ബിഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളോട് ആദ്യ കാലത്ത് കൽപ്പിക്കപ്പെട്ട ഇബാദത്തോട് കൂടി നിസ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സമയമോ റക്അത്തിൻ്റെ എണ്ണോ അതിൻ്റെ കൃത്യമായ രൂപങ്ങളോ സ്വീകാര്യയോഗ്യമായ ഒരു വഴികളിൽ കൂടെ വന്നത് കാണുന്നില്ല എന്നുള്ളതാണ്. വല തുഅറഫു ലഹും ഇബാദാത്തുൻ, ഈ പറയുന്ന നിസ്കാരമല്ലാതെ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് ഒരു കൃത്യമായ രൂപത്തിലുള്ള ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ വഹയും കാര്യങ്ങളും കൽപ്പനകളും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ള കൽപ്പനകളോ വിരോധങ്ങളോ വേറുള്ളത് വന്നിട്ടില്ല. ഫീ ഗൈരിമായ യതഅല്ലഖു ബിസ്സലാത്ത്, നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാത്ത വേറുള്ള അള്ളാഹുവിൻ്റെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ഒഴിവാക്കണം പോലത്തത് വന്നതായിട്ട് സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടുകളില്ല. വഇന്നമാ കാനൽ വഹയു, പിന്നെ പ്രവാചകന് വരുന്ന വഹയ് അതിൻ്റെ രൂപം രീതി യുബയ്യനു ലഹും ജവാനിബ ശത്താ മിന തൗഹീദ്, തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വിഭിന്നം അതിൻ്റെ വശങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും വിവരിക്കുന്ന വഹയുകൾ വരലുണ്ടായിരുന്നു. വയുറഗിബുഹും ഫി തസ്കിയത്തിൻ നുഫൂസി, അതേപോലെ തന്നെ ശാരീരികമായ മാനസികമായ ശുദ്ധീകരണം, ഓരോ ആളുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള മുറാഖബത്തും പരലോക ചിന്തയും മരണത്തെക്കുറിച്ചുള്ള ബോധവും സ്വഭാവങ്ങളും വാക്കും പ്രവൃത്തികളും നന്നാക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ഇങ്ങനത്തെ ശരീരങ്ങളെയും മനസ്സുകളെയും ശുദ്ധീകരിക്കുന്നതുമായ അഖ്ലാഖുകൾ ആദാബുകൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു. വയഹുസ്സുഹും അലാ മകാരിമിൽ അഖ്ലാഖ്, ആദരണീയമായ സ്വഭാവവും കാര്യങ്ങളും ഉണ്ടാവണം, അതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലും അധ്യാപനം ഉണ്ടായിരുന്നു. വയസിഫു ലഹുമുൽ ജന്നത വന്നാറ കഅന്നഹുമാ റഅയാൻ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നരകസ്വർഗത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വഹികളിൽ ഉണ്ടായിരുന്നു. പരലോകത്തിനെക്കുറിച്ചുള്ള ബോധവാന്മാരാക്കുന്ന കാര്യങ്ങൾ. വയഇളുഹും ബിമവാഇള ബലീഗത്തിൻ, സാരസമ്പൂർണമായ അർത്ഥഗർഭമായ വളരെ ഗൗരവതരമായ ഉപദേശങ്ങൾ അവർക്ക് നൽകലുണ്ടായിരുന്നു. തഷ്റഹു സുദൂറ, മനുഷ്യ മനസ്സുകളെ വിശാലമാക്കുന്ന ദീനിൻ്റെ അധ്യാപനങ്ങളിലേക്ക്. വതുഗസിൽ അർവാഹ, മനുഷ്യൻ്റെ റൂഹിന് അതിന് ജീവനും ഉന്മേഷവും ആവേശവും നൽകുന്ന ഈ പറയുന്ന ആദർശം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ. വതഹദു ബിഹിം ഇലാ ജവ്വിൻ ആഖറ ഗൈറിൽ ജവ്വില്ലദീ കാന ഫീഹിൽ മുജ്തമഉൽ ബശരി ആനദാ, അന്ന് മനുഷ്യ സമൂഹം ജീവിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് മറ്റു ഒരു പരിശുദ്ധമായ പവിത്രമായ അന്തരീക്ഷത്തിലേക്ക് ചുറ്റുപാടിലേക്ക് ആളുകളെ മാനസികമായിട്ട് ഒരുക്കി തയ്യാറാക്കുന്ന നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകലുണ്ടായിരുന്നു. വഹാക്കദാ മറത്തു സലാസത്തു അഅ്വാം, അങ്ങനെ ഈ രഹസ്യമായ പ്രബോധനവും ഈ പറയുന്ന ആദാബുകളും അഖ്ലാഖുകളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നിസ്കാരത്തിൻ്റെ ഈ പറയുന്ന അവർ നിർവഹിച്ചിരുന്ന ഈ പറയുന്ന രൂപം കാര്യങ്ങളൊക്കെ ആയിട്ട് 3 വർഷത്തോളം കഴിഞ്ഞു പോയി. വദ്ദഅവതു ലം തസൽ മഖ്സൂറത്തൻ അൽ അഫ്റാദ്, ഒറ്റപ്പെട്ട ആളുകളോട് പ്രത്യേകിച്ച് രഹസ്യമായിട്ടുള്ള ഉപദേശങ്ങൾ ദഅവത്തുകൾ പ്രബോധനം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. വലം യജ്ഹർ ബിഹാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജാമിഇ വൻ നവാദി, ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിലോ മാർക്കറ്റുകളിലോ അവരുടെ ക്ലബ്ബുകളിലോ ആളുകൾ ഒത്തുകൂടുന്ന സദസ്സുകളിലോ പരസ്യമായ നിലക്കുള്ള ദഅവത്ത് ഈ പറയുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇല്ല അന്നഹ ഉരിഫത്ത് ലദാ ഖുറൈശിൻ, ഇങ്ങനെ ഒരു ദഅവത്തും ഒരു പ്രബോധനവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ള സംഭവം വിവരം ഖുറൈശികളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നു. വഫശാ ദിക്റുൽ ഇസ്ലാമി മക്ക, മക്കയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും അത് പ്രചരിച്ചിരുന്നു. വതഹദ്ദസ ബിഹിന്നാസു, ആളുകൾ അതിനെക്കുറിച്ച് പരസ്പരം അവിടെയും ഇവിടെ വെച്ച് സംസാരിച്ചിരുന്നു. വഖത്തനക്കറ ലഹു ബഅദുഹും അഹ്യാന, ചില സമയത്ത് അവരിതിനെ എതിർക്കാനും നിഷേധിക്കാനും ഒക്കെ അവർ തയ്യാറായിരുന്നു. വഅതദു അലാ ബഅദിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ചില ആളുകളെ അവർ ആക്രമിച്ചിരുന്നു. ഇല്ല അന്നഹും ലം യഹ്തമു ബിഹി കസീർ, പക്ഷേ വലിയ ഒരു വിഷയം ഒരു പ്രാധാന്യം ഈ ദഅവത്തിന് കൊടുക്കുകയെ ഇത്രത്തോളം അത് പരന്ന് വിശാലമായി പ്രചരിച്ച് ഒരു മാറ്റം ഈ പറയുന്ന നാട്ടിലും ലോകത്തുണ്ടാകുന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഹൈസലം യതഅറദു റസൂലുള്ളാഹി ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദീനിനെ ആക്ഷേപിക്കുക, അതല്ലെങ്കിൽ അവരുടെ ആലിഹത്തിനെ കുറിച്ച് വിമർശനം ഇല്ലാതെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം,
എന്ന് പറയാമെന്നല്ലാതെ ശക്തമായൊരു വിമർശനത്തിൻ്റെ രൂപത്തിൽ കൂടെ തുടക്കത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ പോലത്തെ ആയത്തുകളും അതിൻ്റെ ശേഷമുള്ള ഫസ്ദഅ ബിമാ തുഅ്മറു വഅരിദ് അനിൽ മുശ്രിക്കീൻ കൽപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ ധൈര്യമായി ശക്തമായി നിങ്ങൾ ഈ പറയുന്ന ദഅവത്തിൽ മുന്നേറുക അള്ളാഹുവിൻ്റെ റസൂലെ. വഅരിദ് അനിൽ മുശ്രിക്കീൻ സത്യനിഷേധികൾ ശത്രുക്കളായ ആളുകളെ നിങ്ങൾ തിരിഞ്ഞു നോക്കെന്നെ വേണ്ട, അവർ ചെയ്യുന്നത് എന്താണെങ്കിലും അത് വിലവെക്കണ്ട എന്ന് പറയുന്ന ശക്തമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പിന്നീട് പരസ്യമായ ദഅവത്തിലേക്ക് പോകുന്നത്. ലമ്മാ തകവ്വനത് ജമാഅത്തും മിനൽ മുഅ്മിനീൻ, അങ്ങനെ ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളായ ഒരാൾക്കൂട്ടം അവിടെ ഒരുമിച്ച് കൂടുകയാണ് ഉണ്ടാവുകയാണ്. തഖൂമു അലൽ ഉഖുവത്തി വത്തആവുൻ, പരസ്പര സഹകരണത്തിന് സഹോദര്യ ബന്ധം നിലനിർത്താൻ തയ്യാറായ ഒരു മുഅ്മിനീങ്ങളായ ആൾക്കൂട്ടം മക്കയിൽ ഉണ്ടായപ്പോൾ വതതഹമ്മലു അബഅ തബ്ലീഗിർ റിസാലത്തി, ഈ പറയുന്ന റിസാലത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ആ ഉത്തരവാദിത്വം ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരാണ് ഇവർ. വതംകീനിഹ മിൻ മഖാമിഹ നസൽ വഹ്യു, ഈ പറയുന്ന സന്ദേശം അത് ആളുകളെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ സൗകര്യപ്രദമായ നിലക്ക് അതിന് കൂടെ നിൽക്കാൻ തയ്യാറുള്ള ഒരു ആൾക്കൂട്ടം ഉണ്ടായി വന്നപ്പോൾ നസൽ വഹ്യു യുകല്ലിഫു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമുആലനത്തി ദഅവ, അള്ളാഹുവിൻ്റെ റസൂലിനോട് പരസ്യമായിട്ട് ദഅവത്ത് ചെയ്യാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്. അതിന് പറ്റുന്നൊരു സമൂഹം ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായ സമയത്ത് വമുജാബഹത്തി അൽ ബാത്തിലി ബിൽ ഹുസ്ന, നല്ല നിലക്ക് ബാത്തിലിനെയും അതിൻ്റെ ആളുകളെയും നേരിടാൻ വേണ്ടിയിട്ട് വിമർശനമില്ലാത്ത നിലക്ക് അവരെ മുന്നിലേക്ക് ഈ ദഅവത്ത് എത്തിക്കുക എന്ന് പറയുന്ന ആ ഉത്തരവാദിത്തം അള്ളാഹു പരസ്യമായിട്ട് നൽകാനുള്ള കൽപ്പന ഇറക്കുകയാണ്. വഅവ്വലു മാ നസല ബിഹാദ സ്വദദി, ഈ രൂപത്തിൽ പരസ്യമായിട്ട് ദഅവത്തുമായിട്ട് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയ ആദ്യത്തെ ആയത്ത് ഖൗലുഹു തആല വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, നിങ്ങളോട് ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ താക്കീത് നൽകണമെന്ന് പറയുന്ന ആയത്താണ്. വഖദ് വറദ ഫീ സിയാഖിൻ ദുക്കിറത് ഫീഹി അവ്വലൻ ഖിസ്സത്തു മൂസ, സൂറത്തു അശ്ശുഅറായിലുള്ള ആയത്താണിത്. വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, ഈ ആയത്ത് അതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ സൂറത്തു ശുഅറായിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വഖദ് വറദ, ഈ പറയുന്ന വഹി വരുന്നത് ഫീ സിയാഖിൻ ദുക്കിറത് ഫീഹി അവ്വലൻ ഖിസ്സത്തു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, സൂറത്തു ശുഅറായിൽ ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകളിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് പറയുന്നത്. അതിനോട് തുടർന്നുകൊണ്ടാണ് വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ എന്നുള്ള ആയത്ത് അവതരിപ്പിക്കുന്നത്. മിൻ ബിദായത്തി നുബുവത്തിഹി ഇലാ ഹിജ്റത്തിഹി മാ ബനി ഇസ്രായേൽ, സൂറത്തു ശുഅറായിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നുബുവത്തിൻ്റെ ആരംഭം മുതൽ മിസ്റിലുണ്ടായത് ധിക്കാരിയായ അഹങ്കാരിയായ അന റബ്ബുക്കുമൽ അഅല എന്ന് പറഞ്ഞ് വാദിച്ചിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കാരത്തിൻ്റെ പേരിലും അഹങ്കാരത്തിൻ്റെ പേരിലും ഭരണം ലഭിച്ച സമയത്ത് അതിൻ്റെ പേരിൽ തൻ്റെ നാട്ടുകാരായ മുഅ്മിനീങ്ങളായ ആളുകളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ചരിത്രത്തിൽ കടന്നുപോയ വലിയൊരു ധിക്കാരിയായ മനുഷ്യരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. ആ പറയുന്ന ഫിർഔനോടുള്ള ദഅവത്ത്, അതിലേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നുബുവത്ത് നൽകി. അങ്ങനെ പിന്നെ അദ്ദേഹം തൻ്റെ കൂടെയുണ്ടായിരുന്ന മുഅ്മിനീങ്ങളായ ബനൂ ഇസ്രായേലിനെയും കൂടെ മിസ്റിൽ നിന്നിട്ട് ഹിജറ പോകുന്ന അതുവരെയുള്ള ചരിത്രങ്ങൾ, വഖിസ്സത്തി നജാത്തിഹിം മിൻ ഫിർഔന വഖൗമിഹി, ധിക്കാരിയും അഹങ്കാരിയുമായ ആ ഭരണാധികാരിയിൽ നിന്നിട്ടും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ട ചരിത്രം അതിലുണ്ട്. വഇഗ്റാഖി ആലി ഫിർഔന മഅഹു വമൻ മഅഹു, ഫിർഔനെയും അവൻ്റെ കൂടെയുള്ള ആളുകളെയും അല്ലാഹു തആല മുക്കി നശിപ്പിക്കുന്ന ചരിത്രമുണ്ട്. വഖദ് ഇസ്തമലത് ഹാദിഹിൽ ഖിസ്സ, ഇതൊക്കെ ഈ പറയുന്ന ആയത്തുകളൊക്കെ പറഞ്ഞിങ്ങനെ വന്നതിൻ്റെ ശേഷം, ആ ആയത്തുകളൊക്കെ അവതരിപ്പിച്ചതിൻ്റെ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന് അനുയായികളെ ബനൂ ഇസ്രായേൽ ഒരു ഭാഗത്ത്, അവർക്ക് നേരിടേണ്ടി വന്ന ധിക്കാരിയും അഹങ്കാരിയുമായ അധികാരത്തിൻ്റെ ഹുങ്കും തലക്കനം കൊണ്ട് ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യൻ ഫിർഔനും അവൻ്റെ സൈന്യങ്ങളും. അങ്ങനെ പിന്നീട് അവിടെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. മുഅ്മിനീങ്ങളായ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രതീക്ഷിതമായ നിലക്ക്, മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലക്കുള്ള സഹായവും രക്ഷയും നൽകുന്നു. ധിക്കാരിയായ അഹങ്കാരിയായ മനുഷ്യനെയും അവൻ്റെ സർവ്വസജ്ജരായ സൈന്യങ്ങളെയും മുക്കി നശിപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നത് ഇതുപോലത്തെ ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക, ഇതാണ് നിങ്ങൾക്ക് പാഠമാക്കാനുള്ളത്, ഇവരെയാണ് നിങ്ങൾക്ക് മാതൃകയാക്കാനുള്ളത് എന്ന് ധ്വനിപ്പിക്കുന്ന നിലക്ക്
ആ പറയുന്ന ആയത്തുകളുടെ ശേഷമാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരസ്യമായി ദഅവത്തുമായി ഇറങ്ങാൻ വേണ്ടി പറയുന്നത്. വഖദ് ഇഷ്തമലത്ത് ഹാദിഹിൽ ഖിസ്സ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഫിർഔനോട് കൂടെയുള്ള ഈ ചരിത്രം അതിൽ ഉൾക്കൊണ്ടത് അല ജമീഇൽ മറാഹിലില്ലത്തി മർറ ബിഹാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അദ്ദേഹത്തിന്റെ ദഅവത്തിൽ കഴിഞ്ഞു പോയ ഓരോ ഘട്ടങ്ങളും ഇതിൽ കടന്നുപോയിട്ടുണ്ട്. ഖിലാല ദഅവത്തി ഫിർഔന വ ഖൗമിഹി ഇലല്ലാഹ്, ഫിർഔനെയും അവന്റെ ആളുകളെയും അല്ലാഹുവിലേക്ക് പ്രബോധനം നടത്തി ക്ഷണിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളും അതിൽ കടന്നുപോയിട്ടുണ്ട്. പല ജാതി പരീക്ഷണങ്ങളും പല ജാതി എതിർപ്പുകളും വിമർശനങ്ങളും വെല്ലുവിളികളും. അപ്പം അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് ഈ ദഅവത്തുമായി നിങ്ങൾ പരസ്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങണം, ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാനുണ്ടാവുക എന്നൊക്കെ അറിയിച്ചുകൊണ്ടുള്ള സൂചന നൽകിക്കൊണ്ടാണ്. വകഅന്ന ഹാദ തഫ്സീൽ, ഈ പറയുന്ന വിശദീകരണം നമുക്ക് തോന്നുന്നത് മനസ്സിലാകുന്നത് ജി അബിഹി, അള്ളാഹു അതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത് മാ അംരി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജഹരി ദഅവത്തി ഇലല്ലാഹ്, നിങ്ങളുടെ ഈ പ്രബോധനം അള്ളാഹുവിലേക്കുള്ള പ്രബോധനം പരസ്യമാക്കണമെന്ന് പറയുന്നതിൻ്റെ കൂടെ ആ ചരിത്രം ഇവിടെ കൊണ്ടുവന്നത് നമുക്കിതിന് മനസ്സിലാകുന്നത് ലിയക്കൂന അമാമഹു വ അമാമ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ തൻ്റെ അനുചരന്മാരായ മുഅ്മിനീങ്ങളുടെ മുന്നിൽ ഉണ്ടാവാൻ വേണ്ടിയാണ്. മിസാലിൻ, ഒരു റോൾ മോഡൽ, ഒരു മാതൃക, അവർക്ക് മാതൃകയാക്കാൻ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ. ലിമാ സയൽഖൂനഹു, നിങ്ങൾക്കും നേരിടേണ്ടി വരും. മിനത്തക്ദീബി, സമൂഹത്തിൽ നിന്നുള്ള കളവാക്കൽ, വൽ ഇൽത്തിഹാദി, അവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ, അവരിൽ നിന്നുള്ള ഭീഷണികളും ഉപദ്രവങ്ങളും. ഹീനമായ ജഹറൂന ബിദ്ദാവ, ഈ പ്രബോധനമായി നിങ്ങൾ പരസ്യമായിട്ട് വരുമ്പോൾ, ഈ സമൂഹത്തിനോട് പരസ്യമായിട്ട് ഈ ദഅവത്തുമായിട്ട് നിങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന മഹാനായ മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നേരിടേണ്ടി വരുന്നത് പോലത്തെ വിമർശനങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നിങ്ങളും നേരിടേണ്ടി വരും എന്ന് മനസ്സിലാകാനുള്ളൊരു മാതൃക ഇവരാക്കി സ്വീകരിക്കാൻ വേണ്ടിയാണ്. വലിയക്കൂനു അലാ ബസീറത്തിൻ മിൻ അംരിഹിം മുൻദുൽ ബിദായ, തുടക്കത്തിൽ തന്നെ കാര്യത്തിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്കുണ്ടാവുകയും വേണം. അള്ളാഹുവിൻ്റെ ദഅവത്ത്, ഈ ദീനിൻ്റെ ദഅവത്തുമായി ഈ റിസാലത്തിൻ്റെ പ്രബോധനവുമായി പരസ്യമായിട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വിമർശനങ്ങളുണ്ടാകും, കളവാക്കലുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, അവരാൽ കഴിയുന്ന ഏതൊക്കെ നിലക്കുള്ള ഉപദ്രവങ്ങളുണ്ടാകും. അത് നേരിടാനുള്ള മാനസികമായ കരുത്തും തയ്യാറെടുപ്പോടുകൂടെ മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ സമുദായങ്ങളിൽപ്പെട്ട ബനൂ ഇസ്രായേൽപ്പെട്ട മുഅ്മിനീങ്ങൾ നിങ്ങൾ മാതൃകയാക്കിയിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. പ്രതീക്ഷിക്കാത്ത നിലയ്ക്ക് ഈ പറയുന്ന വിവരങ്ങളില്ലാതെ ദഅവത്തുമായി ഇറങ്ങിയാൽ ഒരു പക്ഷേ അത്രയും കാലം അൽ അമീൻ, വിശ്വസ്തൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരുന്ന ആദരിച്ചിരുന്ന സമൂഹത്തിൽ നിന്ന് അപ്രതീക്ഷിതമായ എതിർപ്പ് വരുമ്പോൾ മാനസികമായ ആ അവസ്ഥകൾ ചിലപ്പോൾ അത് സ്വീകരിക്കാൻ അത് താങ്ങാൻ കഴിയൂല. അപ്പോൾ അള്ളാഹു അതിന് മാനസികമായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ പറയുന്ന ചരിത്രങ്ങൾ വിവരിച്ചുകൊണ്ട് തയ്യാറാക്കി ഒരുക്കിയാണ് അള്ളാഹുവിലേക്ക് പരസ്യമായി ദഅവത്ത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശവും കൽപ്പനയുമായി വഹി വന്നത് ചുരുക്കത്തിൽ. വമിൻ നാഹിയത്തിൻ ഉഖ്റ, മറ്റൊരു ഭാഗത്തിൽ കൂടെ തശ്തമിലു ഹാദിഹി സൂറത്തു ശുഅറ, അതിൽ ഉൾക്കൊള്ളുന്ന അലാ ദിക്രി മആലി മുകദ്ദിബീന ലിർറുസുൽ, പ്രവാചകന്മാരെ കളവാക്കിയ മറ്റ് സമുദായങ്ങളുടെയും ചരിത്രങ്ങൾ അതിൽ പറയുന്നുണ്ട്. മിൻ ഖൗമി നൂഹിൻ വ ആദിൻ വ സമൂദ വ ഖൗമി ഇബ്രാഹിം വ ഖൗമി ലൂത്ത്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ജനങ്ങളുടെയും ചരിത്രം അതിലുണ്ട്. ആദ് സമൂദിൻ്റെ ചരിത്രങ്ങൾ അതിലുണ്ട്. ഇബ്രാഹിം നബിയുടെയും ലൂത്ത് നബിയുടെയും ജനങ്ങളുടെ ചരിത്രങ്ങൾ അതിലുണ്ട്. വ അസ്ഹാബിൽ ഐക്ക, അവരെക്കുറിച്ച് മദിയൻ എന്ന് പറയുന്നതാണ്, അല്ല എന്നുള്ള തഫ്സീറുകൾ രണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ചരിത്രമുണ്ട്. അദാമാ ദുക്കിറ മിൻ അംരി ഫിർഔന വ ഖൗമിഹി, ഫിർഔൻ്റെയും അവൻ്റെ ജനങ്ങളുടെ അല്ലാത്ത ഇതൊക്കെ ഉണ്ട് ആ പറയുന്ന സൂറത്തിൽ. ലിയഅലമല്ലദീന സയഖൂമൂന ബിത്തക്ദീബ്, എന്തിനു വേണ്ടി ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കുന്ന ആളുകൾ മക്കയിൽ മുശ്രിക്കീങ്ങളാണ്, ഇവിടെ മറുപക്ഷത്തുള്ള ആളുകൾ, ശത്രുപക്ഷത്തുള്ള ആളുകൾ, അവർ അറിയാൻ വേണ്ടി ആഖിബത്ത അംരിഹിം, അവരുടെ പര്യവസാനം എന്തായിരിക്കും എന്നുള്ളത്. കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കളവാക്കി അവരുടെ മറുപക്ഷത്ത് എതിർചേരിയിൽ നിന്ന് ശത്രുക്കൾക്ക് എന്ത് സംഭവിച്ചു ആ ചരിത്രം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അപ്പം ഇതേപോലെയായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ എതിർത്ത് അദ്ദേഹത്തിൻ്റെ എതിർചേരിയിൽ മറുപക്ഷത്ത് നിന്നാൽ നിങ്ങൾക്കും നേരിടേണ്ടി വരുന്ന നിങ്ങളുടെയും പര്യവസാനം ഇങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊള്ളി. അതിലേക്കുള്ള സൂചന വമാ സയൽഖൗനഹു മിൻ മുആഖദത്തില്ല ഇൻ ഇസ്തമറു അലൈഹി, ഇക്കാര്യത്തിൽ പ്രവാചകന്മാരുടെ എതിരായി അവരുടെ ദഅവത്ത് സ്വീകരിക്കാതെ നിന്നാൽ അള്ളാഹു പിടികൂടും. കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് നേരിടേണ്ടി വന്ന അതുപോലത്തെ ശിക്ഷയും അതുപോലത്തെ ദുരിതങ്ങളും നിങ്ങളും കണ്ടുമുട്ടേണ്ടി വരും എന്ന ആ ഒരു സൂചന ഇതിലുണ്ട്. വലിയഅറഫൽ മുഅ്മിനൂൻ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ മനസ്സിലാകാനും അറിയാനും
അന്ന ഹുസ്നൽ ആഖിബത്തി ലഹും വലൈസ ലിൽ മുകദ്ദിബീൻ. അവസാന വിജയം സത്യവിശ്വാസികൾക്ക് തന്നെയായിരിക്കും. അള്ളാഹുവിൻ്റെ സുന്നത്തും രീതിയും അതാണ്. കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കൂടെ നിന്ന മുഅ്മിനീങ്ങൾക്കുണ്ടായിരുന്ന വിജയം നിങ്ങൾ കണ്ടില്ലേ, അതുപോലെയായിരിക്കും. അതല്ലാതെ പ്രവാചകന്മാരെ കളവാക്കുന്ന ആളുകൾക്കാവുകയില്ല എന്ന് സത്യവിശ്വാസികൾ അറിയാനും വേണ്ടി ആ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത് ആ ചരിത്രങ്ങൾ വിവരിച്ചു കൊടുത്ത് അതിലാണ് വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന് പറയുന്ന ആയത്ത് പരസ്യമായ ദഅവത്തിനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് ചുരുക്കത്തിൽ. അങ്ങനെ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശീറത്തഹു ബനി ഹാഷിമിൻ ബഅദ നുസൂലി ഹാദിഹിൽ ആയ. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിമിലുള്ള തൻ്റെ കുടുംബത്തിനെ പരസ്യമായിട്ട് ദഅവത്ത് നടത്തി, പ്രബോധനം നടത്തി, അവരോട് വിളിച്ചു. ഫജാഉ, അവർ വന്നു. വമഅഹും നഫറും മിൻ ബനിൽ മുത്തലിബി ബിനി അബ്ദി മനാഫിൻ, ബനിൽ മുത്തലിബ് ബിൻ അബ്ദി മനാഫിൽപ്പെട്ട ബനു ഹാഷിം അല്ലാത്ത ഖുറൈശികളിൽപ്പെട്ട മറ്റു കുടുംബങ്ങളും ഇവരെ കൂടെ വന്നു. ഫകാനു നഹവ 45 റജുല, 45ഓളം ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച സമയത്ത് വന്നത്. ഫലമ്മ അറാദ അൻ യതകല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ ബാദർഹു അബൂലഹബിൻ, അവിടുത്തെ പിതൃവ്യനായ അബൂലഹബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറയുന്ന ദുഷ്ടനായ നീചനും നിന്ദ്യനുമായ തറവാടിത്തം കൊണ്ട് ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിലിരിപ്പും പ്രവർത്തനം കൊണ്ട് നിന്ദ്യരും നീചനുമായി അധപ്പതിച്ചു എന്നുള്ളതാണ്. മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരാൾ അവൻ്റെ പ്രവർത്തനം കൊണ്ട് പിന്നോട്ടടിച്ചാൽ അവൻ്റെ തറവാടിത്തം കൊണ്ട് അവനോട് മുന്നോട്ട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാവുകയില്ല. മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങൾ ആണ് അവനെ മുന്നിലേക്കും പിന്നിലേക്കും നയിക്കുന്നത്. നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അബൂലഹബ് അവിടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, വഖാല ഹഉലാഇ ഉമൂമത്തുക വ ബനു അമ്മിക, ഇവരൊക്കെ നിന്റെ പിതൃവ്യന്മാരും അവരുടെ മക്കളാണ്, കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് നീ സംസാരിച്ചോ. പക്ഷേ അബൂലഹബിന് അറിയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് അറിയുമായിരുന്നു, ഇവിടെ വെറുപ്പുള്ള ആളായിരുന്നു. ശക്തമായി ആ മനുഷ്യനും അവൻ്റെ ഭാര്യ ഉമ്മു ജമീലും അള്ളാഹുവിൻ്റെ റസൂലിനെ കഠിനമായി പ്രയാസപ്പെടുത്തുകയും ചെയ്തിരുന്നു, കുടുംബത്തിൽപ്പെട്ട ഈ പറയുന്ന വ്യക്തികൾ. അതുകൊണ്ട് ഇവരൊക്കെ നിന്റെ കുടുംബത്തിൽപ്പെട്ട പിതൃവ്യന്മാരും അവരുടെ മക്കളാണ്, വേണ്ടപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് നീ സംസാരിച്ചോ, പറഞ്ഞോ. വദഅ അസ്സുബാത്ത്, ഈ മതം മാറികളായ ആളുകളെ നീ ഒഴിവാക്കിക്കളാം. അഥവാ റസൂലിൻ്റെ കൂടെ ദീനുൽ ഇസ്ലാമിൽ പ്രവേശിച്ച മുഅ്മിനീങ്ങളെയാണ് സുബാത്ത് എന്ന് പറയും. സാബി എന്ന് പറഞ്ഞാൽ മതം മാറിയ ആൾ എന്ന അറബികൾ പറയുമായിരുന്നു, ആളുകളെ പരിഹസിച്ചുകൊണ്ട് അവരെ നീ ഒഴിവാക്കിക്കളാം. ആ അനുയായികൾ എന്ന് പറഞ്ഞ് നിന്റെ കൂടെ ഉള്ളവരെ ഒഴിവാക്കിക്കളാം. നിന്റെ കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ച് അവരെ കൂടെ നിന്ന് അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തോ എന്നുള്ള അർത്ഥത്തിൽ. വായാലും നീ മനസ്സിലാക്കണം, അന്നഹു ലൈസ ലി ഖൗമിക ബിൽ അറബി ഖാതിബ ഖാഖ, നീ നിന്റെ ഈ പുതിയ വാദവുമായിട്ട് ഇവിടെ വന്ന് അറബികൾ ഈ കുടുംബത്തിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അവരോട് നേരിടാൻ മാത്രമുള്ള കഴിവും പ്രാപ്തിയൊന്നും നമുക്കില്ല. അറബികൾ അവരുടെ ആദർശങ്ങളും അവരുടെ വിഗ്രഹങ്ങളും അവരുടെ ഇത്രയും കാലത്തുള്ള ചടങ്ങുകളും പൂജകളും വഴിപാടുകളും അതിനെ വിമർശിക്കാൻ നീ പോയാൽ അറബികൾ എന്നായിട്ട് ആക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അവരെ മുഴുവൻ എതിർക്കാൻ നേരിടാനുള്ള കഴിവ് ഈ കുടുംബത്തിനില്ല എന്നുള്ള ഉപദേശം അബൂലഹബ് കൊടുക്കുകയാണ്. നിന്നെ ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ നിന്റെ ഭാഗത്ത് സഹായിക്കാൻ നിൽക്കാൻ ഏറ്റവും യോഗ്യനുമർഹൻ ഞാനാണ്, ഞാൻ പിതാവിൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് ഫഹസ്ബുക ബനു അബീക, നിന്റെ പിതാവിൻ്റെ മക്കൾ എന്നുള്ള നിലക്ക് ഈ പിതൃവ്യന്മാർ കുടുംബങ്ങൾ നിനക്ക് മതി. വഇൻ അഖംത അലാ മാ അൻത അലൈഹി, നീ ഈ പറയുന്ന പുതിയ വാദവുമായി നീ മുന്നോട്ട് പോകുന്ന പക്ഷം ഫഹുവ ഐസറു അലൈഹിം മിൻ അൻ യസിബ ബിക ബുതൂലു ഖുറൈശ്, ഖുറൈശികളായ മറ്റുള്ള കുടുംബങ്ങൾ വേറുള്ള ആളുകളും നിങ്ങളിലേക്ക് ചാടി വീണ് ആക്രമിക്കാൻ അവർക്ക് എളുപ്പ വഴിയാകും. അതുകൊണ്ട് വത്തുമിദ്ദുഹുൽ അറബു, മറ്റുള്ള ഗോത്രങ്ങൾ ഈ പറയുന്ന ഖുറൈശികൾ സഹായിക്കും. അങ്ങനെ ചെയ്തു വന്നാൽ ഈ കുടുംബത്തിന് എന്തെങ്കിലും ദുരിതങ്ങളോ നിന്റെ ഈ ദഅവത്തും നിന്റെ ഈ പ്രബോധനവും പുതിയ ഈ വാദഗതികളുമായി വന്ന് മറ്റുള്ള ആളുകൾ ഈ കുടുംബത്തിന് ആക്രമിക്കാൻ വേണ്ടി വന്നാൽ അഹദൻ ജാ അല ബനി അബിഹി ബിശർരിൻ മിമ്മാ ജിഅതു, നിന്നിലേറെ ഒരു കുടുംബത്തിന് ദുരിതങ്ങൾ ബുദ്ധിമുട്ട് കൊണ്ടുവന്ന ഒരാളെ എനിക്ക് കാണാൻ കഴിയൂല. അതുകൊണ്ട് നിന്റെ പുതിയ ആദർശം വാദം അത് ഒഴിവാക്കിയിട്ട് ഭൗതികമായ ദുന്യവിയായ അവർക്ക് സഹായ സഹകരണമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ എന്നുള്ള നിലക്ക് കുടുംബത്തിൽ കാരണവരി എന്നുള്ള നിലക്ക് അബൂലഹബ രംഗത്ത് വന്നു. അപ്പോൾ ഫസഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യതകല്ലം ഫീ ദാലിക്കൽ മജ്ലിസ്, ആ സദസ്സിൽ വെച്ചിട്ട് പിന്നീട് ദഅവത്തുമായുള്ള കാര്യങ്ങൾ തുടക്കത്തിലാണ്, ആരംഭത്തിലാണ്. ആ സമയത്ത് തന്നെ പിതൃവിനായി മനുഷ്യന്റെ തടസ്സവാദങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ഇതൊക്കെ ചരിത്ര പുസ്തകങ്ങളിലുള്ളതാണ്. സഫിയുർ റഹ്മാൻ
റഹിമഹുല്ല അദ്ദേഹം ഇതിൽ എഴുതിയതാണ്. പക്ഷേ നാസറുദ്ദീൻ അൽബാനി റഹ്മുല്ല ഈ പറയുന്നതിൻ്റെയൊക്കെ ചരിത്ര പശ്ചാത്തലങ്ങൾ പറഞ്ഞ് ഇതൊക്കെ ലൈഫാണ് ഈ ചരിത്രം. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മുല്ല പോലത്തെ ചരിത്രകാരന്മാരിത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത് സനദ് കൊള്ള നോക്കുമ്പോൾ ലൈഫാണ് എന്ന് പറഞ്ഞതാണ് ഉള്ളത്. ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഏതാണെങ്കിലും ആ ഒരു സദസ്സ് അങ്ങനെ പിരിഞ്ഞു എന്നുള്ളതാണ്. സുമ്മദ് ആഹും സാനിയ, രണ്ടാമത് മറ്റൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇതുപോലെ ക്ഷണിച്ചു. എന്നിട്ട് അൽഹംദുലില്ലാഹി അഹ്മദുഹു അസ്തഈനുഹു പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അബൂ താലിബ് ആ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, മാ അഹബ്ബ ഇലൈന മുആവനതക, നിന്നെ സഹായിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഏറ്റവും പ്രിയമുള്ളതാണ്. വഅഖബൽനാ നസീഹത്തിക, നിന്റെ ഉപദേശം നമ്മൾ ഏറ്റവും അധികം സ്വീകരിക്കാൻ തയ്യാറാണ്. വഅശദ്ദു തസ്ദീഖൻ ലിഹദീസിക, നിന്റെ സംസാരം അത് സത്യമാണ്, നമുക്കതിൽ യാതൊരു സംശയവുമില്ല. വഹാഉലാഇ ബനു അബീക മുജ്തമിഊൻ, നിന്റെ പിതാവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട വേണ്ടപ്പെട്ട ആളുകൾ ഇത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വഇന്നമാ അന അഹദുഹും, നിശ്ചയം ഞാൻ അവരിൽപ്പെട്ട ഒരാളാണ്. വൈറ അന്നി അസ്റാഹും ഇലാമാ തുഹിബ്, പക്ഷേ അവരിലേറെക്കെ നിനക്കിഷ്ടമുള്ള ആ കാര്യത്തിലേക്ക് ഞാൻ മുന്നിട്ട് വരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഫംലിമാ ഉമിർത ബിഹി, നിന്നോട് എന്താണോ കൽപ്പിക്കപ്പെട്ടു നീ അതിൽ മുന്നോട്ട് പോയിക്കോ, എൻ്റെ സഹായം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അബൂ താലിബ് പറഞ്ഞു. അപ്പോൾ വല്ലാഹി ലാ അസാലു അഹുതുക വ അംനഉക, ആര് നിന്നെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ എതിർക്കാനോ വരികയാണെങ്കിൽ നിനക്ക് ഒരു സംരക്ഷണം, ഒരു വലയം ഞാൻ തീർക്കും, നിനക്ക് സംരക്ഷകനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. വൈറ അന്ന നഫ്സി ലാ തുതാവിഉനി അലാ ഫിറാഖി ദീനി അബ്ദുൽ മുത്തലിബ്, പക്ഷേ അബ്ദുൽ മുത്തലിബിൻ്റെ പിതാമഹന്മാരുടെ ആ മതം ഒഴിവാക്കാൻ എൻ്റെ മനസ്സ് തയ്യാറാകണില്ല. എൻ്റെ സഹായം സഹകരണങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ആദർശം ഞാൻ ഒഴിവാക്കാൻ എന്നെക്കൊണ്ട് കഴിയണില്ല എന്ന് അബൂ താലിബ് പറഞ്ഞു. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, ഹാദാ വല്ലാഹി സുവ, ഇത് വല്ലാത്തൊരു വഷളത്തരാണ്. കുടുംബത്തിൽപ്പെട്ട ഒരാൾ കാരണവനായ അബൂ താലിബ് ഈ പറയുന്ന മുഹമ്മദിൻ്റെ പുതിയ വാദത്തിന് സഹായം നിൽക്കാൻ വല്ലാത്തൊരു വഷളത്തരാണ്, ഒരു അയ്ബാണ്, ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് അബൂലഹബ് പറഞ്ഞു എന്നുള്ളതാണ്. അൽബാനി റഹ്മുല്ല അതൊക്കെ ലഈഫാണ് ഈ പറയുന്ന സനദ് കൊള്ള നോക്കുമ്പോൾ എന്ന് പറഞ്ഞു. ചരിത്രകാരന്മാർ ഇത് എഴുതിയ സംഭവങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഏതാണെങ്കിലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു സമയത്ത് ആളുകളെ ഇതേപോലെ വിളിച്ചുകൂട്ടി സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട്. വബഅദ തഅഖുദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തഅഹുദി അബി താലിബിൻ ബിഹിമായതിഹി, ഏതാണെങ്കിലും അബൂ താലിബ് സ്വാഭാവികമായിട്ടും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ദഅവത്തിൽ മുന്നോട്ട് പോകാൻ മനുഷ്യ സഹജമായി കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായ സഹായം സംരക്ഷണം നൽകിയിരുന്നു അബൂ താലിബ്. ഒരു എതിർപ്പില്ലായിരുന്നു. ദീൻ അദ്ദേഹം സ്വീകരിച്ചില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ മാനസികമായ കുടുംബപരമായ എല്ലാ സഹായങ്ങളും സംരക്ഷണങ്ങളും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നു. അങ്ങനെ ആ കാര്യം അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ അബൂ താലിബ് സംരക്ഷിക്കും, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് സഹായം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചപ്പോൾ വഹുവ യുബല്ലിഗു അൻ റബ്ബിഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ദഅവത്ത്, ഈ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് സഈദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ അല സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. ഇന്ന് നമ്മൾ ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ കാണുന്ന ആ രൂപത്തിലല്ലായിരുന്നു, അത് കുറേ ഉയരമുള്ളതായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി അവർക്ക് വലിയ വലിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ആളുകളെ വിളംബരം ചെയ്യുക എന്നുള്ളത് ഒരു പതിവുമായിരുന്നു, ആളുകളെ വിളിച്ചു കൂട്ടുക എന്നുള്ളത്. ഹജറൻ, ഏറ്റവും അതിൻ്റെ മേലെയുള്ള കല്ലിൻ്റെ മുകളിൽ കയറി സുമ്മ ഹതഫ യാ സബാഹ, യാ സബാഹ എന്ന് പറഞ്ഞവർ വിളിക്കുമായിരുന്നു. അങ്ങനത്തെ വിളി കേൾക്കുമ്പോൾ ആളുകൾ മുഴുവനും ഈ വിളി കേൾക്കുന്ന ആളത്തേക്ക് ഓടിക്കൂടുകയും ചെയ്യുമായിരുന്നു. ശത്രുക്കൾ ആക്രമിക്കാൻ വരെ എന്തെങ്കിലും ഒരു വിപത്തിനെക്കുറിച്ച് വിളംബരം ചെയ്യാനോ വിവരം കൊടുക്കാനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ അന്ന് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, യാ സബാഹ എന്ന് പറഞ്ഞു വിളിച്ചു. വകാനത്ത് കലിമത്ത ഇൻദാരിൻ തുഖ്ബറു അൻ ഹുജൂമി ജയ്ഷിൻ ഔ വുഖൂഇ അംരിൻ അദീം, അറബികളുടെ ഇടയിൽ ഒരു സൈന്യങ്ങൾ അക്രമികൾ ആക്രമിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതിപ്രധാനമായ സമൂഹത്തിനെ അറിയിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടാകുമ്പോൾ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സുമ്മ ജഅല യുനാദി ബുത്തൂന ഖുറൈശിൻ യാ സബാഹ എന്ന് വിളിച്ചതിൻ്റെ ശേഷം ഖുറൈശികളിലുള്ള ഓരോ ഉപഗോത്രങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ പേരെടുത്ത് വിളിച്ചു. വയദ്ഉഹും ഖബായില ഖബായിൽ, ഓരോ ഗോത്രങ്ങളെയും വിളിക്കാൻ തുടങ്ങി. യാ ബനി ഫിഹർ, യാ ബനി അദി, യാ ബനി ഫുലാൻ, യാ ബനി ഫുലാൻ, യാ ബനി അബ്ദി മനാഫ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെ ഓരോ കുടുംബത്തിൻ്റെ തലവന്മാരുടെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞു. ഫലമ്മാ സമിഉ, ആളുകൾ ഈ ശബ്ദം കേട്ടപ്പോൾ അവർ പറഞ്ഞു, മൻ ഹാദല്ലദീ യഹ്തിഫ്, ആരാണ് ആ ഒച്ച വെക്കുന്ന ആൾ ശബ്ദത്തോടെ വിളിച്ചു പറയുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅസ്റഅ അന്നാസു ഇലൈഹി, ആളുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഹത്താ ഇന്ന റജുല ഇദാ ലം യസ്തതി അൻ യഖ്റുജ ഇലൈഹി, അവന് ഒരു മനുഷ്യന് അവൻ ശാരീരികമായിട്ട് അവന് ഈ വിളി കേട്ട സ്ഥലത്തേക്ക് വരാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ
യഖ്റുജു ഇലൈഹി അർസല റസൂലൻ, ഒരു ദൂതനയക്കുമായിരുന്നു അങ്ങോട്ട് പോയി നോക്കാനും അവിടെ വെച്ച് സംസാരിക്കുന്ന പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും. എന്താണത് എന്നുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അപ്പോൾ ആളുകൾക്ക് അതിൽ സംശയമില്ല, എന്തോ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. ഫജാ അബൂ ലഹബിൻ വ ഖുറൈശികൾ വന്നു. അവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ദുഷ്ടനായ അബൂ ലഹബും വന്നു. എത്ര ഒരു മനുഷ്യന്റെ നിന്ദത! ആ മനുഷ്യന്റെ മക്കളും പേരമക്കളും അവൻ ജീവിച്ചിരിക്കുന്ന സമയത്തും അവന്റെ മരണത്തിന്റെ ശേഷവും ഈ പറയുന്ന സൂറത്തിൽ ശാപ പ്രാർത്ഥനയുള്ള ഈ സൂറത്ത് പാരായണം ചെയ്യുക. തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് എന്ന് പറയുന്ന ആ ശാപത്തിന്റെ പ്രാർത്ഥന അവർ പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്, അള്ളാഹുവിൻ്റെ ദീനിനെ, അതിൻ്റെ ആളുകൾ, അതിൻ്റെ ചിഹ്നങ്ങളെ നിന്ദിക്കാനും അതിന് പുറംതിരിഞ്ഞു നിൽക്കാനും ആളുകൾ പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ശാപകോപങ്ങൾ, നിന്ദതകൾ, അവഹേളനങ്ങൾ. ഫലം മജ്തമഉ, ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടിയ സമയത്ത് ഖാല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അറഅയ്തുക്കും, നിങ്ങളൊന്നിന് പറഞ്ഞു തരുവീൻ, ലോ അഖ്ബർതുക്കും, ഞാൻ നിങ്ങളോട് പറയുകയാണ് നോക്കുക, അന്ന ഖൈലം ബിൽ വാദി, ഈ താഴ്വാരത്തിൽ കൂടെ ഒരു സൈന്യങ്ങൾ, കുതിരപ്പടയാളികൾ, ബിസഫി ഹാദിൽ ജബലി, ഈ പർവ്വതത്തിൻ്റെ പിൻഭാഗത്തിൽ കൂടെ, തുരീദു അൻ തുഗീറ അലൈക്കും, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, അകുന്തും മുസദ്ദിഖീ, നിങ്ങൾ എന്നെ വിശ്വസിക്കുവോ? ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് അംഗീകരിക്കുവോ? ഒരു വലിയ സൈന്യങ്ങൾ ഈ പർവ്വതത്തിൻ്റെ പിന്നിൽ കൂടെ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുവോ? ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുവോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നഅമദ് മാ ജറബ്നാ അലൈക കദിബൻ, ഇത്രയും കാലമായിട്ട് ഒരു കളവ് ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് പറയാനില്ല. വമാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ, സത്യമല്ലാതെ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് പരിചയവുമില്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദി അദാബിൻ ഷദീദ്, എന്നാൽ അതിശക്തമായ കഠിനമായൊരു ശിക്ഷ നിങ്ങൾക്ക് വരാനിരിക്കുന്നു, അതിൻ്റെ മുന്നിലുള്ള വ്യക്തമായ താക്കീതുകാരനാണ് ഞാൻ. അൻ നദീറുൽ ഉറിയാൻ എന്ന് പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഗ്നനായ താക്കീതുകാരൻ. നദീറുൽ ഉറിയാൻ എന്ന് പറയുന്നത് ആളുകൾ ഇങ്ങനത്തെ സൈന്യങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ ഒരു മനുഷ്യൻ അവൻ ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ചിട്ട് വീശിയിട്ട് ആളുകളെ വിവരമറിയിക്കുമായിരുന്നു, വിളിച്ചു പറയുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള സമയത്ത് ഒരു മനുഷ്യനിങ്ങനെ ചെയ്യുള്ളൂ. ആ നിലക്കുള്ള വാക്കുകൾ പറയുമായിരുന്നു. അതുകൊണ്ട് ശക്തമായ അള്ളാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷയുടെ മുന്നിലുള്ള വ്യക്തമായ താക്കീതുകാരനാണ് ഞാൻ. ഇന്നമാ മസലി വ മസലുക്കും, എൻ്റെയും നിങ്ങളുടെയും ഉപമ കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്. റഅൽ അദുവ, സൈന്യങ്ങളെ, ശത്രുക്കളെ അവൻ കണ്ടു. ഫൻതലഖ യർബഉ അഹ്ലഹു, അവൻ്റെ ആളുകളുടെ കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ദൂര സ്ഥലത്ത് നിന്ന്, ഉയർന്ന സ്ഥലത്ത് നിന്ന് എന്താണ് സൈന്യങ്ങൾ ചെയ്യുന്നു, എതിനാണ് അവർ വരുന്നത്, കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയി. ഫഖശിയ അൻ യസ്ബിഖു, ആ സൈന്യങ്ങൾ അവരടുത്ത്, തൻ്റെ കുടുംബങ്ങളടുത്ത് നേരിട്ട് ചെന്ന് ഈ വ്യക്തിക്ക് വിവരം കൊടുക്കാൻ കഴിയൂല. അപ്പോഴേക്ക് സൈന്യങ്ങൾ വരും. അപ്പോൾ ഫജഅല യുനാദിയ സബാഹ, അവൻ വിളിച്ചു പറയാണ് എത്രയും പെട്ടെന്ന്. സൈന്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എത്തുന്നതിൻ്റെ മുമ്പ് വിവരം കിട്ടണം. ഞാൻ ഓടിച്ചെല്ലാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിനടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് സൈന്യങ്ങൾ വരും. അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ യാ സബാഹ വിളിച്ചു പറയുന്ന അവൻ്റെ സ്ഥിതി എന്താണ്? ഖുറൈശികൾക്കതറിയും അറബികൾക്കതറിയും. ആ ഒരവസ്ഥ, ആ ഒരു ഉപമയാണ് എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ സുമ്മ ദഅാഹും ഇലൽ ഹഖ്, ദീനിലേക്ക് അവരെ ക്ഷണിച്ചു, തൗഹീദിലേക്ക്. വഅൻദറഹും മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവരുടെ താക്കീത് നൽകി. ഫഖസ്സ വഅമ്മ, പ്രത്യേക ആളുകളെ പേരെടുത്തുകൊണ്ട് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, അതേപോലെ തന്നെ സഫിയ റളിയല്ലാഹു അൻഹയെ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, പ്രത്യേക ആളുകളെ പേരെടുത്ത് പറഞ്ഞു. ഖുറൈശികളെ മൊത്തത്തിൽ, കുടുംബങ്ങളെ എടുത്ത് പേരെടുത്ത് പറഞ്ഞു. ഫഖാല യാ മഅശറ ഖുറൈശിൻ, മൊത്തത്തിൽ ഖുറൈശി സമൂഹമേ, ഇഷ്തറു അൻഫുസകും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ശിക്ഷയിൽ അകപ്പെടാതെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വില കൊടുത്തു വാങ്ങണം. തൗഹീദും സൽക്കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങണം. അൻഖിദു അൻഫുസകും മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഫഇന്നീ ലാ അംലികു ലക്കും മിനല്ലാഹി ദർറൻ വലാ നഫഅ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒരു ഉപദ്രവം ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല, അത് ഉടമപ്പെടുത്തുകയും ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. വലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന്, അവൻ തീരുമാനിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് തുറന്ന് കൃത്യമായിട്ട് പറഞ്ഞു. യാ ബനി കഅബ് ഇബ്ന ലുഅയ്യ് അൻഖിദു അൻഫുസകും മിനന്നാർ ഫഇന്നീ ലാ അംലികു ലക്കും ദർറൻ വലാ നഫഅ. യാ ബനി മുറത്ത ഇബ്ന കഅബ് അൻഖിദു അൻഫുസകും മിനന്നാർ. യാ മഅശറ ബനി ഖുസയ്യ് അൻഖിദു അൻഫുസകും മിനന്നാർ ഫഇന്നീ ലാ അംലികു ലക്കും ദർറൻ വലാ നഫഅ. യാ മഅശറ ബനി അബ്ദി മനാഫ് അൻഖിദു അൻഫുസകും മിനന്നാർ ഫഇന്നീ ലാ അംലികു ലക്കും മിനല്ലാഹി ദർറൻ വലാ നഫഅ വലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ.
യാ ബനി അബ്ദ ഷംസിൻ, യാ ബനി ഹാഷിമിൻ, യാ ബനി അബ്ദുൽ മുത്തലിബി, ഓരോ യാ അബ്ബാസ്, ഇങ്ങനെ കുടുംബങ്ങളെ പറഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തികളെ പേരെടുത്ത് യാ അബ്ബാസ് ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ബാസ്, സ്വന്തം പിതൃവിനെ വിളിച്ചു, പിതാവിന്റെ സഹോദരൻ. ലാ ഉഗ്നി അൻക മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രക്ഷയോ സുരക്ഷയോ നൽകാൻ എനിക്ക് സാധ്യമല്ല. യാ സഫിയ്യത ബിൻത അബ്ദുൽ മുത്തലിബി, അബ്ദുൽ മുത്തലിബിന്റെ മകളായ അമ്മായിയായിരുന്നു റസൂലിന്റെ പിതാവിന്റെ സഹോദരി, അമ്മത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ യാ ഫഇന്നി ലാ അംലികു മിനല്ലാഹി യാ ഫാത്തിമത ബിൻത മുഹമ്മദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ സ്വന്തം മകളായ ഫാത്തിമ, സലീനി മാ ശിഅ്തി മിൻ മാലി, എൻ്റെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ചോ. അൻഖിദി നഫ്സകി മിനന്നാർ, നിനക്ക് എൻ്റെ കയ്യിലുള്ളത് ഞാൻ നൽകാൻ തയ്യാറാണ്. അൻഖിദി നഫ്സകി മിനന്നാർ ഫഇന്നി ലാ അംലികു ലകി ദർറൻ വലാ നഫഅ വലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ. ഈ നിലക്ക് വിശദമായി പരസ്യമായി ആളുകളെ കൂട്ടായിട്ടും വ്യക്തികളെ വിളിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തി കാര്യം അറിയിച്ചു, പറഞ്ഞു കൊടുത്തു. വൈറ അന്നലക്കും റഹിമൻ സഅബുല്ലുഹാ ബിബലാലിഹ ഐസ അസ്ലുഹ ഹസബ ഹഖിഹ. ദീനിൻ്റെ കാര്യം ഇതാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് തൗഹീദോട് കൂടെ ചെന്നാലല്ലാതെ ഒരു ഷഫാഅത്തോ ഒരു സഹായമോ ഒരു റെക്കമെൻഡോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. ഖുറാഫികളുടെ ഷഫാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം കൊണ്ട് നടക്കുന്ന ഖുറാഫികൾക്കൊക്കെ ഈ പറയുന്നതിൽ സ്വന്തം മകളെ വിളിച്ച് പറയാണ്, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഫാത്തിമത്തു ബിളഅത്തും, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, ഖിത്അത്തും മിൻ കബിദി, കരളിൻ്റെ കഷ്ണമാണ് എന്നാണ് ഫാത്തിമ. സ്വന്തം പിതാവിൻ്റെ സഹോദരി, ഒന്നും തന്നെ കുടുംബത്തിന് ഒന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയൂല, ഒരു ഉപകാരം ഒരു ഉപദ്രവം കഴിയൂല എന്ന് തുറന്ന് പറഞ്ഞുകൊടുത്ത് ഒരു ബന്ധും ഒരു പരിചയവും ഇല്ലാത്ത ഖുറാഫികൾ ശിർക്കും അതേപോലെ തന്നെ പരിധിവിടലും ഉലുവും ഖുറാഫാത്തും ചെയ്തിട്ട് മുത്തുനബിൻ്റെ ഷഫാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാത്ത് കെട്ടി നിൽക്കുകയാണ്. മുത്തുനബിൻ്റെ ഷഫാഅത്ത് കിട്ടുമെന്ന് എന്നെക്കൊണ്ട് സ്വന്തം മകളെ ഫാത്തിമ നിനക്കൊരു കാര്യം ചെയ്യാൻ കഴിയൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്ന് പറഞ്ഞു. സഹീഹായ ഹദീസുകൾ ഉണ്ടായി. ഏതാണെങ്കിലും പക്ഷെ കുടുംബ ബന്ധമുണ്ട്. ആ കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാനത് ചേർക്കും, ആ കുടുംബം ചേർക്കും, ആ സഹായങ്ങൾ ഞാൻ ചെയ്യുമെന്നല്ലാതെ ദീനിൻ്റെ കാര്യത്തിൽ പരലോകത്ത് ഷഫാത്തായിട്ടോ സ്വർഗത്തിൽ പ്രവേശിക്കലോ നരകത്തിൽ രക്ഷപ്പെടുത്തലോ ഒന്നും തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല എന്ന് തുറന്നു പറഞ്ഞു. മനുഷ്യ നമ്മൾ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ ഒന്നുമില്ല. വലമ്മാ തമ്മഹാദൽ ഇൻസാർ, ഈ പറയുന്ന പരസ്യമായ വ്യക്തമായ ഈ താക്കീതുകൾ ഈ പ്രബോധനം പൂർത്തിയായപ്പോൾ ഇൻഫല്ലന്നാസു വതഫറഖു, ആളുകളെല്ലാവരും അവിടുന്ന് പിരിഞ്ഞുപോയി. വലാ യുദ്കറു അൻഹും അയ്യു റദ്ദത്തി ഫീൽ, അവരിൽപ്പെട്ട ആരും തന്നെ ഒരു എതിർവാക്ക് ഇതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളിൽ ചരിത്രത്തിൽ പറയപ്പെടുന്നില്ല. സിവാ അന്ന അബാലഹബിൻ, ദുഷ്ടനായ അബൂലഹബ് വാജഹൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസു, വളരെ ചീത്ത വാക്കുകളുമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വന്നു. മറ്റാരും വിമർശിച്ചില്ല, എതിർത്ത് പറഞ്ഞില്ല. എന്നിട്ട് അബൂലഹബ് അവിടെ വെച്ച് പറഞ്ഞു, തബ്ബല്ലക സായിറൽ യൗം, ഈ ദിവസം മുഴുവനും നിനക്ക് നാശമുണ്ടാവട്ടെ. അലിഹാദാ ജമാഅതന, ഇത് പറയാൻ വേണ്ടിയാണോ നീ ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു പ്രവാചകനെ സമാധാനിപ്പിച്ച് ദുഷ്ടനായ ധിക്കാരിയായ ആ മനുഷ്യനെ അവഹേളിച്ച് നിന്ദിച്ച് ഫനസലത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബി എന്ന് പറയുന്ന സൂറത്തുൽ മസദ് അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവൻ്റെ കരങ്ങളെ അള്ളാഹു അത് മണ്ണിനോട് ചേരട്ടെ, അത് ചേർന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് അബൂലഹബ് ഖുറൈശി പ്രമുഖനാണ്, കാണാൻ നല്ല അഴകുള്ള വ്യക്തിയായിരുന്നു, നല്ല മുഖഗാംഭീര്യമുള്ള ഖുറൈശികൾപ്പെട്ട ആൾ തന്നെയായിരുന്നു. ആ മനുഷ്യൻ്റെ ചോരത്തിളപ്പിൻ്റെ ആരോഗ്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ആയത്തിറങ്ങാൻ ആ മനുഷ്യന് പിന്നെ ഇസ്ലാമിലേക്ക് വരെ ഹിദായത്ത് കിട്ടിയേ ആദരണീയനാകുകയെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വളരെ നിന്ദ്യനായി മരണപ്പെട്ടതിൻ്റെ ശേഷം മാരകമായ രോഗം പിടിപെട്ട് മരിച്ചതിൻ്റെ ശേഷം സ്വന്തം മക്കൾക്ക് പോലും വന്ന് മറവ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലല്ലാത്ത നിലക്കാണ് ഈ പറയുന്ന അബൂലഹബ് മരണപ്പെട്ട് പോയത് എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാനത്ത് ഹാദിഹി സൈഹത്തുൽ ആലിയ ഫി ഗായത്തിൽ ബലാഗ, അള്ളാഹുവിൻ്റെ റസൂൽ പരസ്യമായിട്ട് ഈ പറഞ്ഞ ഈ വിളി, ഈ പറയുന്ന പ്രബോധനം, അത് അങ്ങേയറ്റത്തെ കാര്യങ്ങൾ തബ്ലീഗിൻ്റെ ഈ പറയുന്ന റിസാലത്ത് എത്തിക്കുന്നതിന് അങ്ങേയറ്റത്തെ അവസ്ഥയിലായിരുന്നു. ഫഖദ് ഔളഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തു. ലിഅഖ്റബിൻ നാസി ഇലൈഹി, പ്രവാചകനിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾക്ക്, ബിഹാദിഹി റിസാലത്തി, ഈ പറയുന്ന തയ്ബ്.
വഖദ് ഔളഹ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഖറബിൻ നാസി ഇലൈഹി, പ്രവാചകനിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ, കുടുംബങ്ങൾ, വേണ്ടപ്പെട്ട ആളുകൾ, അവരിലേക്ക് വ്യക്തമായി അറിയിച്ചു കൊടുത്തു. അന്ന തസ്ദീഖ ബിഹാദിഹി റിസാല, ഈ പറയുന്ന സന്ദേശം, അതിൽ വിശ്വസിക്കൽ, അതിൻ്റെ വക്താക്കളായി അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഹുവ ഹയാത്തു സിലാത്തി ബൈനഹു വ ബൈനഹും, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിൻ്റെ മിടിപ്പ്, ആ ഒരു ജീവൻ നിലനിൽക്കാൻ ഇത് മാത്രമേ ഇനി പരിഹാരമുള്ളൂ. ആദർശത്തിൻ്റെ പേരുള്ള ബന്ധം അതാണ്. വഅന്ന അസബത്തൽ ഖറാബത്തി അല്ലത്തി യഖൂമു അലൈഹൽ അറബ്, അറബികൾ ഇത്രയും കാലത്ത് അറബികൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന കുടുംബ ബന്ധം എന്ന് പറയുന്നത് ദാബത്ത് ഫി ഹറാറത്തി ഹാദൽ ഇൻസാരിൽ ആതി മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്ന് വരുന്ന ഈ സന്ദേശത്തിൽ അതൊക്കെ ഉരുകി, അതൊക്കെ ലയിച്ചു പോയിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ സ്നേഹബന്ധം, ആദർശബന്ധം എന്നുള്ളതാണുള്ളത്. കുടുംബ ബന്ധം കഴിയുന്നതുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യും. അല്ലാതെ നമ്മൾ തമ്മിലുള്ള ശക്തമായ കെട്ടുറപ്പും ബന്ധം ഇനി നിലനിൽക്കുന്നത് ഈ ആദർശത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് കൃത്യമായി അന്നയം അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. വലം യസൽ ഹാദ സൗത്ത് യർതജു ദബീഹി ഫി അർജാഇ മക്ക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ശബ്ദത്തിൻ്റെ അതിൻ്റെ മാറ്റലികൾ, അതിൻ്റെ പ്രകമ്പനങ്ങൾ മക്കയുടെ നാനാ ഭാഗങ്ങളിലും അത് പ്രകമ്പനം കൊണ്ടു. ഹത്താ നസല ഖൗലുഹു തആല ഫസ്ദഅ ബിമാ തുഅ്മറു വഅരിദ് അനിൽ മുശ്രിക്കീൻ, നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശം എന്താണോ അതുമായി ശക്തമായി നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക. മുശ്രിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോവുക. അവർക്ക് മറുപടി കൊടുക്കാനോ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനോ അവരെ വിലവെക്കാനോ അവരെ നോക്കി നിൽക്കാനോ അവരെ കൂടെ കൂടാനോ പോകാതെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അതുമായി നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഹിജ്റിലുള്ള അള്ളാഹു പ്രവാചകനെ ഇറക്കി അവതരിപ്പിച്ചു കൊടുത്തു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ഹറു ബിദ്ദഅവതി ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്കുള്ള പ്രബോധനം കൊണ്ട് പരസ്യമായി പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മുന്നോട്ട് പോയി. ഫീ മജാമിഇൽ മുശ്രിക്കീന വനവാദിഹിം, മുശ്രിക്കീങ്ങളുടെ ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഹജ്ജിൻ്റെ സമയത്ത്, അതേപോലെ തന്നെ അവിടുത്തെ മാർക്കറ്റുകളിൽ, അവർ ഒരുമിച്ച് കൂടുന്ന അവരുടെ ക്ലബ്ബുകളിൽ, യത്ലു അലൈഹിം കിതാബല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, വയഖൂലു ലഹും മാ ഖാലതുഹു റസൂലു ലി അഖ്വാമിഹിം, കഴിഞ്ഞുപോയ സമുദായങ്ങളോട് അവരുടെ പ്രവാചകന്മാർ പറഞ്ഞ ആ വാക്കുകൾ, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, തൗഹീദുള്ള, അള്ളാഹു അല്ലാതെ മറ്റു ഒരു ഇലാഹ് ആരാധ്യൻ നിങ്ങൾക്ക് ഇല്ല തന്നെ എന്നുള്ളത്. സകല പ്രവാചകന്മാരും അവരുടെ ജനങ്ങളോട് എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ ദഅവത്ത്, അതുകൊണ്ട് ജനങ്ങളുടെ അടുത്ത സദസ്സുകൾ, എല്ലാ സദസ്സുകളിലും പ്രവാചകൻ പോകാൻ തുടങ്ങി. യഅ്ബുദുല്ലാഹ തആല അമാമ അയ്യുനിഹിം, അവരുടെ കണ്ണു മുന്നിൽ വെച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തുടങ്ങി. കഅബ ഷരീഫിൻ്റെ അടുത്ത് പരിസരത്ത് വന്ന് മസ്ജിദുൽ ഹറാമിൽ അവർ ഖുറൈശികളായ പ്രമുഖന്മാർ കൂടിയിരിക്കുമ്പോൾ അവർ കാണുന്ന നിലക്ക് കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ, പരസ്യമായി ഉറക്കൻ അവരെ കേൾക്കത്തക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ഫകാന യുസല്ലി ബിഫിനാഇൽ കഅബ, കഅബ ഷരീഫിൻ്റെ മുറ്റത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കുമായിരുന്നു. നഹാറൻ ജഹാറൻ, പകൽ സമയത്ത് പരസ്യമായി, വഅലാ റൂസിൽ അഷ്ഹാദ്, ആളുകൾ കാണുന്ന നിലക്ക്. വഖദ് നാലത്ത് ദഅവത്തുഹു മസീദൻ മിനൽ ഖബൂൽ, അങ്ങനെ പ്രവാചകന്റെ ഈ പ്രബോധനം ആളുകൾ സ്വീകാര്യത ലഭിച്ചു. ആളുകൾ അതിലേക്ക് കടന്നു വരാൻ തുടങ്ങി, സ്വീകരിക്കാൻ തുടങ്ങി. വദഖലൻ നാസു ഫീ ദീനില്ലാഹി വാഹിദൻ ബഅദ വാഹിദ്, ഒന്നിൻ്റെ പിറകെ മറ്റൊരുത്തനായിട്ട് ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാനും തുടങ്ങി. വഹസല ബൈനഹും വബൈന മൻ ലം യുസ്ലിം മിൻ അഹ്ലി ബൈതിഹിം തബാഗുദുൻ വതബാഉദുൻ വഇനാദുൻ, ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത ഓരോ വീടുകളിലും ഓരോ കുടുംബങ്ങളിലും മുസ്ലിമായ ആളുകൾ ഒരു ഭാഗത്ത്, മുസ്ലിമാകാത്ത ആളുകൾ മറ്റൊരു ഭാഗത്ത്, അവരുടെ ഇടയിൽ മുസ്ലിമീങ്ങളാവാത്ത ആളുകളും മുസ്ലിമീങ്ങളുടെ ഇടയിൽ വെറുപ്പുകളും അകൽച്ചകളും മത്സരങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. വഷ്മഅസ്സത്ത് ഖുറൈശ് മിൻ കുല്ലി ദാലിക്, അങ്ങനെ ഖുറൈശികളുടെ മനസ്സ് ഇടുങ്ങാൻ തുടങ്ങി. ഇതിപ്പോൾ കരുതിയോടുന്ന് വിട്ടു, ആളുകൾ ഇതിലേക്ക് കൂട്ടം കൂട്ടമായി ഒറ്റയും തെറ്റയുമായി ആളുകൾ വരാൻ തുടങ്ങി. ഓരോ വീടുകളിലും ഇത് കടന്നു വരാൻ തുടങ്ങി. ശത്രുതയുണ്ടായി, എതിർപ്പുകളും അതേപോലെ തന്നെ വെറുപ്പുകളും അകൽച്ചകളും കുടുംബങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഖുറൈശിയുടെ മനസ്സിടുങ്ങാൻ തുടങ്ങി. വസാഅഹും മാ കാനൂ യബ്സൂറൂൻ, അവർക്ക് കാണുന്നത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലക്ക് അവർക്ക് വെറുപ്പായി. അങ്ങനെ അൽ മജ്ലിസുൽ ഇസ്തിശാരി ലികഫിൽ ഹുജ്ജാജി അൻ ഇസ്തിമാഇ ദഅവ, അങ്ങനെ പിന്നീട് അവർക്ക് പ്രയാസമുണ്ടാകാൻ മറ്റൊരു കാരണം അടുത്ത് ഹജ്ജ് വരാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഅ്മിനീങ്ങളായ ആളുകളെയും കൂട്ടിയും ഒറ്റയായും അല്ലാതെയും ആളുകൾ കൂടിയ സദസ്സിൽ മുഴുവനും ദഅവത്തുമായി കടന്നു ചെല്ലുകയാണ്.
അപ്പോൾ ഇനി മറ്റ് അറേബ്യൻ ഗോത്രങ്ങൾ ഹജ്ജിൻ്റെ സമയത്ത് കഅബ ഷരീഫിനെ ലക്ഷ്യമാക്കി കൊണ്ടുവരും. അവർ കൂടുന്ന സദസ്സുകൾ, അവർക്കുള്ള കവിയരങ്ങുകളും അതേപോലെ തന്നെ അവരുടെ പിതാമഹന്മാരുടെയും കുടുംബ മഹിമകൾ പറയുന്ന സദസ്സുകളും കുടുംബ സദസ്സുകളും ഇന്ന് പല ആളുകളും സംഘടിപ്പിക്കുന്നത് പോലത്തെ ഇതൊക്കെ അന്ന് നടക്കുമായിരുന്നു. ജാഹിലിയ്യ കാലത്ത് മുസ്ലിമാണോ തൗഹീദുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ കുടുംബത്തിൽപ്പെട്ട എല്ലാ ആളുകളും വന്ന് മദ്ഹുകളും പേരും പ്രശസ്തിയും പറയുന്നു. ദീനിനൊന്നും പ്രസക്തിയില്ലാത്ത നിലക്കുള്ള കുടുംബ സദസ്സുകളും ആൾക്കൂട്ടങ്ങളും ഒക്കെ അവർ സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഖുറൈശികൾക്ക് ഇനി അവരൊക്കെ വന്ന് പുറത്തുള്ള ആളുകൾ ഇത് കേട്ട് അവരൊക്കെ ഇത് സ്വീകരിച്ചാൽ പിന്നെ നമുക്ക് വലിയ ഭീഷണിയാകുമെന്ന് അവരെ ചിന്തിച്ചു. വഖിലാല ഹാദിഹിൽ അയ്യാമി, ഈ പറയുന്ന ദിവസങ്ങളുടെ ഇടയിൽ അഹമ്മ ഖുറൈശൻ അമ്രുൻ ആഖിർ, മറ്റൊരു കാര്യം, വദാലിക അന്നൽ ജഹ്റ ബിദ്ദാവത്തി, പരസ്യമായി പ്രബോധനം, ലം യംദി അലൈഹി ഇല്ലാ അയ്യാമുൻ ഔ അശ്ഹുറുൻ മഅദൂദ, കുറച്ച് ദിവസങ്ങൾ എണ്ണപ്പെട്ട മാസങ്ങൾ പോയപ്പോഴേക്ക് ഹത്താ ഖർബ മൗസിമുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ സമയമെടുത്തു. വഅറഫത്ത് ഖുറൈശുകൾ മനസ്സിലാക്കി അന്ന വുഫൂദൽ അറബി സതഖദുമു അലൈഹിം, അറബികളായ ആളുകൾ, ഹജ്ജിന് വേണ്ടി വരുന്ന പ്രതിനിധികളായ ആളുകൾ സതഖദുമു, നമ്മുടെ നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ് കഅബ ഷരീഫിൻ്റെ അടുത്തേക്ക്. ഫറഅത് അന്നഹു ലാ ബുദ്ദ മിൻ കലിമത്തിൻ യഖൂലൂനഹാ ലിൽ അറബ്, അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകളോട് ഈ പറയുന്ന മനുഷ്യനെക്കുറിച്ച് നമുക്ക് കൃത്യമായി എല്ലാവരും ഏകസ്വരത്തിൽ ഒരു വിമർശനത്തിൻ്റെ വാക്ക്, ഇവനെ എതിർക്കാൻ പറ്റുന്നൊരു വാക്ക് പറയൽ നിർബന്ധമാണ് എന്നവർ തീരുമാനിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഹത്താ ലാ യകൂന ലിദഅവതിഹി അസറുൻ ഫീ നുഫൂസിൽ അറബ്, പുറത്തു നിന്ന് വരുന്ന അറബികളുടെ മനസ്സിൽ ഇവൻ്റെ ഈ പ്രബോധനത്തിൽ ഒരു ചലനം ഇല്ലാതിരിക്കാൻ വേണ്ടി. ഫജ്തമഉ ഇൽ വലീദ് ബിൻ മുഗയ്യിർ, അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രമുഖനായ വലീദ് ബിൻ മുഗയ്യിറുടെ അടുത്ത് അവർ ഒരുമിച്ച് കൂടി ഖുറൈശികൾ. യതദാവലൂന ഫീ തിൽക്കൽ കലം, എന്താണ് നമുക്ക് ഇവനെക്കുറിച്ച് ഇനി പറയാം, മറ്റുള്ള ആളുകൾ പുറത്തുനിന്ന് വരുമ്പോൾ അവരോട് എന്ത് പറയാം. അപ്പോൾ വലീദ് പറഞ്ഞു, അജ്മിഉ ഫീഹി റഅയൻ വാഹിദൻ, എല്ലാവരും ഒരു ഏക അഭിപ്രായത്തിലെത്തണം. ഒരാളൊന്ന് പറഞ്ഞു, മറ്റാളൊന്ന് പറഞ്ഞു, വേറൊന്ന് പറഞ്ഞു, അപ്പോൾ അതിന് ജനങ്ങൾക്ക് എന്താവും, സംശയമാവും. ഏക അഭിപ്രായത്തിലെത്തണം എല്ലാവരും. വലാ തഖ്തലിഫു, നിങ്ങൾ വിഭിന്നമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവരുത്. ഫയക്ദിബ ബഅദുക്കും ബഅദൻ, ഒരു കൂട്ടർ പറഞ്ഞു മറ്റൊരു കളവാക്കി, അങ്ങനെ ഉണ്ട്. വയറുദ്ദു ഖൗലുക്കും ബഅദുഹു ബഅദ, പരസ്പരം നിങ്ങളുടെ വാക്കിനെ തള്ളാവുന്ന രൂപത്തിൽ വിഭിന്നമായ വ്യത്യാസപ്പെട്ടത് പറയരുത്, എല്ലാവരും ഏക സ്വരത്തിൽ ഒരു തീരുമാനത്തിലെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഫഅൻതഫഖുൽ, നിങ്ങളാണ് കാരണവർ, നിങ്ങളാണ് വേണ്ടപ്പെട്ട ആൾ, നിങ്ങളാണ് പ്രമുഖന്, നിങ്ങൾ പറഞ്ഞോളി. വഅഖിം ലനാ റഅയൻ, ഞങ്ങൾക്കൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കി തരീൻ. അപ്പോൾ വലീദ് ബിൻ മുഗയ്യിർ ബൽ അൻതും ഫഖൂലു അസ്മാ, നിങ്ങൾ പറയൂ, അഭിപ്രായം ഞാൻ കേൾക്കട്ടെ. അവർ പറഞ്ഞു, എന്നാൽ ഇവനെക്കുറിച്ച് നമ്മൾ ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞാലോ, വരുന്ന ആളുകളോട് ഇവൻ ജ്യോത്സ്യനാണ്, അവൻ്റെ വാക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ട, അവനിങ്ങനെ പലതും പറഞ്ഞു നടക്കുകയാണ്, അവന് ശൈത്താൻ്റെ ഭാഗത്ത് സഹായം. അപ്പോൾ വലീദ് പറഞ്ഞു, ലാ വല്ലാഹി മാഹു, ഇവൻ്റെ സംസാരം കേട്ടാൽ ആളുകൾക്കും ജ്യോത്സ്യനല്ല, അവരുടെ സംസാരം ഇങ്ങനെയല്ല. ലഖദ് റഅയ്നൽ കുഹാന, ജ്യോത്സ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫമാഹു ബിസംസമത്തിൽ കാഹിനി വല സജ്ഇഹി, ജ്യോത്സ്യന്മാരാകുമ്പോൾ അവർക്കൊരു മന്ത്രങ്ങളുണ്ട്, അവർക്കൊന്ന് പറഞ്ഞാൽ അതിനൊപ്പിച്ച് വേറെ വാക്കുകൾ പറഞ്ഞ ആളുകൾ ആകർഷിക്കലുണ്ട്. ഇവൻ്റെ സംസാരത്തിൻ്റെ രീതി അതല്ല. അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇവന് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാലോ. അപ്പോൾ അവർ പറഞ്ഞു, സത്യത്തിൽ ഇവന് ഭ്രാന്തനല്ലല്ലോ. ലഖദ് റഅയ്നൽ ജുനൂന വഅറഫ്നാഹു, ഭ്രാന്ത് എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഭ്രാന്തന്മാരെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. മാഹുവ ബിഖൽഖിഹി വലാ തഖാലുജിഹി വലാ വസ്വസതി, ആ ഭ്രാന്തന്മാർ പറയുന്നത് പോലത്തെ ചെങ്കിൽ കെട്ടിയ ഒരു വാക്കോ, അതല്ലെങ്കിൽ അവർ പറയുന്ന വസ്വാസിൻ്റെ, അതല്ലെങ്കിൽ എന്തെങ്കിലും വിരുദ്ധമായ, അതല്ലല്ലോ ഇവൻ്റെ അവസ്ഥ. അപ്പോൾ ചിലർ പറഞ്ഞു, എന്നാൽ ഇവനൊരു കവിയാണ് എന്ന് പറഞ്ഞാലോ. വലീദ് പറഞ്ഞു, മാഹു ബിശാഇൻ, ഇവനൊരു കവിയല്ലല്ലോ. ലഖദ് അറഫ്ന അശ്ശിഅറ കുല്ലഹു, കവിത എന്തൊക്കെയാണ് എന്ന് നമുക്ക് ശരിക്കറിയും. അതിൻ്റെ തുടക്കവും അതിൻ്റെ ഒടുക്കവും അതിൻ്റെ മധ്യവും അതിൻ്റെ പ്രാസവും ഇതൊക്കെ നമുക്കത് അറിയുന്നതാണ്. ഇവൻ്റെ ഈ സംസാരങ്ങൾ ആ പറയുന്ന കവിതയോടൊരിക്കലും യോജിക്കുകയില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഇവനൊരു മാരണം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വലീദ് പറഞ്ഞു, മാഹു ബി സാഹിരിൻ ലഖദ് റഅയ്ന സഹാറ വസിഹ്റഹും, സാഹിര്യങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ സിഹറും നമുക്കറിയാം. ഫമാഹു ബി നഫ്സിഹിം വലാ അഖദിഹിം, അവർക്ക് മന്ത്രങ്ങളുണ്ടാകും, അവർക്ക് ശരടുകളിലും കയറിലും കെട്ടിവെക്കലുണ്ടാകും, ഇവനതൊന്നും പറയും കൽപ്പിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഫമാ നഖൂൽ, പിന്നെ എന്താണ് നമ്മൾക്ക് പറയേണ്ടത്. അപ്പോൾ വലീദ് വല്ലാഹി ഇന്ന ലി ഖൗലിഹി ഹലാവ, സത്യത്തിൽ ഇവൻ്റെ സംസാരത്തിന് മാധുര്യമുണ്ട്. വ ഇന്ന അലൈഹി ലതലാവ, ഈ പറയുന്ന സംസാരത്തിനൊരു ഗാംഭീര്യവുമുണ്ട്. വ ഇന്ന അസ്ലഹു ലഅദ്ഖുൻ വ ഇന്ന ഫർഅഹു ലജനാ, ഇതിന് നല്ല അടിയുറച്ച വേരുകളുള്ളൊരു വൃക്ഷം പോലെയാണ്. അതിൻ്റെ ശിഖരങ്ങളിൽ ഒരുപാട് ഫലങ്ങൾ, ഉപദേശ നിർദ്ദേശങ്ങൾ, മനുഷ്യൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളുന്ന കിടിലം കൊള്ളിക്കുന്ന നിലക്കുള്ള ഫലങ്ങൾ അതിന് കാണുന്നുണ്ടല്ലോ. വമാ അൻതും ബിഖായിലീന മിൻ ഹാദാ ഷൈഅൻ ഇല്ലാ ഉരിഫ അന്നഹു ബാത്തിൽ, അവനെക്കുറിച്ച് എന്താളുകളോട് പറഞ്ഞാലും ആളുകൾക്കറിയാം നിങ്ങളാണ് അസത്യത്തിൻ്റെ ഭാഗത്ത്, ഇവൻ്റെ അടുത്ത് എന്തോ സത്യമുണ്ട് എന്ന് ആളുകൾക്ക് തോന്നും.
വഇന്ന അഖ്റബൽ ഖൗലി ഫീഹി ലഅൻ തഖൂലു സാഹിർ. പിന്നെയും കുറച്ചെങ്കിലും അവനെക്കുറിച്ച് ആളുകളോട് പറയാൻ പറ്റുന്നൊരു വാക്ക് എനിക്ക് തോന്നുന്നത് അവനൊരു മാരണം ചെയ്യുന്ന ആളാണ്, സാഹിറാണ് എന്ന് പറയലാണ്. ജാഅ ബിഖൗലിൻ ഹുവ സിഹർ. അവൻ ആളുകളെ മാസ്മരികമായി, ആളുകളെ മനസ്സിനെ മറക്കുന്ന നിലക്ക് ഒരു വാക്ക് പ്രവൃത്തി കൊണ്ടുവന്നതാണ്. അവൻ നിങ്ങളെ ആകർഷിക്കുകയാണ്, സിഹറാണ്, അതൊരു മാസ്മരികതയാണ് എന്ന് പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാമെന്ന്. യുഫർരിഖു ബിഹി ബൈനൽ മർഇ വ അബീഹി. ഒരു മനുഷ്യനെയും അവൻ്റെ പിതാവിൻ്റെ ഇടയിൽ ഇവൻ വേർപിരിക്കുന്നു. വബൈനൽ മർഇ വ അഖീഹി. ഒരു മനുഷ്യനെയും അവൻ്റെ സഹോദരൻ്റെ ഇടയിൽ വേർപിരിക്കുന്നു. വബൈനൽ മർഇ വ സൗജത്തി. ഒരാളെയും അവൻ്റെ ഭാര്യയുടെയും ഇടയിൽ, ഒരു മനുഷ്യൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഫതഫറഖുൻ, അങ്ങനെ ഇത് പറഞ്ഞ് സാഹിറാണ്, ആളുകളെ മനസ്സ് മാസ്മരികതയിൽ പെടുത്തുകയാണ്, ആളുകളെ മയക്കുകയാണ് എന്നുള്ള നിലക്ക് കുടുംബത്തിൽ ഛിദ്രതയുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞോളീ എന്ന് പറഞ്ഞു. വലീദ് പറഞ്ഞു. വതുഫീദ് ബഅദു റിവായാത്തി അന്നൽ വലീദ ലമ്മാ റദ്ദ അലൈഹിം കുല്ലമാ അറദൂഹു. അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ മുഴുവനും വലീദ് അവരോട് എതിർത്ത് വിമർശിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറയൂ. നമ്മൾക്കാർക്കും തള്ളാൻ പറ്റാത്ത, സ്വീകരിക്കാൻ പറ്റുന്ന നിലക്ക് അഭിപ്രായം എന്താണ് എന്ന് പറയൂ. അപ്പോൾ വലീദ് അവരോട് പറഞ്ഞു, അംഹിലൂനി ഹത്താ ഉഫക്കിറ ഫീ. ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് സമയം തരി. ഫളൽ വലീദ് യുഫക്കിർ, ചിന്തിക്കാൻ തുടങ്ങി. വയുഫക്കിർ, വീണ്ടും വീണ്ടും. ഹത്താ അബ്ദാലഹും, അവൻ്റെ നെറ്റി ചുളിക്കാൻ തുടങ്ങി. വലിയ ഗഹനമായ കാര്യത്തിൽ ചിന്തിക്കുന്നത് പോലെ അവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചു. ഹത്താ അബ്ദാലഹും അന്നഹു അല്ലദീ ദക്കറ, ഈ പറയുന്ന സാഹിറാണ് എന്ന് പറഞ്ഞോളി എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത്. ഈ പറഞ്ഞത് തന്നെ ഇതും അതുപോലെ. പിന്നെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന വലീദ് ബിൻ മുഗയ്യറയെ വിമർശിച്ചുകൊണ്ട് സൂറത്തുൽ മുദ്ദസ്സിറുള്ള 10 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-16 ആയത്തുകൾ വലീദ് ബിൻ മുഗയ്യറയെ ഈ സംഭവത്തിന് മേൽ വിമർശിച്ചുകൊണ്ട് ഇറക്കിയെന്ന് ഈ പറയുന്ന ആയത്തുകളുടെ സബബുൻ നുസൂലിൽ ചില മുഫസ്സിറുകൾ അത് പറയുന്നുണ്ട്. പക്ഷേ ഷെയ്ഖ് മുഖ്ബിൽ അടക്കമുള്ള പണ്ഡിതന്മാർ അത് ലഈഫാണ്, സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു വെച്ച് പോയിട്ടുമുണ്ട്. ദർനി വമൻ ഖലഖതു വഹീദൻ വജഅൽതു ലഹു മാലൻ മംദൂദൻ എന്ന് പറയുന്ന അവിടെ മുതൽ ആരംഭിക്കുന്ന 11ാമത്തെ ആയത്ത് മുതൽ, എന്നെ ഒഴിവാക്കി, ഞാൻ ഏകനായിട്ട് സൃഷ്ടിച്ച ഒരു വ്യക്തി, അവനു ധാരാളം സമ്പത്തും സന്താനങ്ങളും ഞാൻ നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ പറയുന്നവർക്ക് വിമർശിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ മുശ്രിക്കീങ്ങളിൽ പ്രമുഖനും പ്രശസ്തനുമായ ആ മനുഷ്യനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വിമർശിക്കുകയും അവൻ്റെ പര്യവസാനം എന്താണ് എന്ന് അള്ളാഹു പ്രവചിക്കുകയും ചെയ്ത സഉസ്ലീഹി സഖർ എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ മനുഷ്യന് അതികഠിനമായ സഖറിൽ ഞാൻ അവനെ പ്രവേശിപ്പിക്കും, അവനും കാഫിറും മുശ്രിക്കുമായി പരാജയപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയും എന്ന് പറയുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി എന്നുള്ളതാണ്. ചില മുഫസ്സിറുകൾ ഈ പറയുന്ന ആയത്തുകൾ ഇറങ്ങിയത് വലീദ് ബിൻ മുഗയ്റ എന്ന് പറയുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നു. മറ്റ് ചില മുഫസ്സിറുകളും മുഹദ്ദിസീങ്ങളും അല്ല എന്ന് പറയുന്നു. ഷെയ്ഖ് മുഖ്ബിൽ പറയുന്നത് ഇവനെക്കുറിച്ചാണ് എന്ന് പറയുന്ന ഈ ഭാഗം അത് ലഈഫാണ്. വബഅദ അൻ ഇത്തഫഖൽ മജ്ലിസു അലാ ഹാദൽ ഖറാർ, ഈ പറയുന്ന തീരുമാനത്തിൽ അവർ ഏക അഭിപ്രായത്തിലേക്ക് പിരിഞ്ഞുപോയി. അഖദു ഫീ തൻഫീദിഹി, അത് നടപ്പാക്കാൻ അവർ തീരുമാനിച്ചു. ഫജലസു ബി സുബുലിൻ നാസി, ഹജ്ജിന് ആളുകൾ വരുന്ന സമയത്ത്, ആളുകൾ വരുന്ന പ്രമുഖമായ വലിയ വലിയ വഴി മധ്യങ്ങളിൽ അവർ ചെന്ന് നിന്നിട്ട് ഹജ്ജിന് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അവരോട് പറയുമായിരുന്നു, ഈ പറയുന്നൊരു മനുഷ്യൻ ഞങ്ങളുടെ രംഗത്ത് വന്നിട്ടുണ്ട്, അവൻ സാഹിറാണ്, അവൻ ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നയും കുടുംബബന്ധം തകർക്കുന്ന ആളാണ്, ശ്രദ്ധിക്കണമെന്ന് പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅരിദ് അനിൽ മുശ്രിക്കീൻ, അവരെ വിലവെക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഫഖറജ യത്ബഉൻ നാസ ഫീ മനാസിലിഹിം, ആളുകൾ ഹജ്ജിന് വന്ന് അവർ താമസിക്കുന്ന അവരുടെ ടെൻറ്റുകളിലും താമസിക്കുന്ന സ്ഥലങ്ങളിലും അവിടെ ചെല്ലാൻ തുടങ്ങി. വഫി ഉക്കാൽ വ മജന്ന വ ദിൽ മജാസ്, അന്ന് അറിയപ്പെട്ടിരുന്ന വലിയ വലിയ മാർക്കറ്റുകളായിരുന്നത് ഉക്കാൽ ചന്ത, മജന്ന, ദിൽ മജാസ് പോലത്തെ ഹജ്ജിന് വരുന്ന സമയത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ സൂക്കുകളായിരുന്നു. അവിടെ ചെല്ലാൻ തുടങ്ങി. യദ്ഉഹും ഇലല്ലാഹ്, അവരെ രഹസ്യവും പരസ്യവുമായി അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. അബൂലഹബിൻ വറാഅഹു യഖൂൽ, പ്രവാചകൻ എവിടെ ചെല്ലുന്ന അവിടേക്ക് പ്രവാചകന്റെ കൂടെ ദുഷ്ടനായ അബൂലഹബും ഉണ്ടായിരുന്നു. കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ആളുകളെ മുന്നിൽ വെച്ച് വിമർശിച്ചുകൊണ്ടും ലാ തുതിഉഹു ഫഇന്നഹു സാബിഉൻ കദ്ദാബ് എന്ന് പറയുമായിരുന്നു. ഇവൻ അനുസരിക്കരുതേ, അവൻ പറയുന്നത് കേൾക്കരുതേ, അവൻ ദീനിൽ നിന്ന് പിന്മാറിപ്പോയ ആളാണ്, പുതിയ ദീൻ സ്വീകരിച്ച ആളാണ്, കള്ളനാണ് എന്ന് പറയുമായിരുന്നു അബൂലഹബ് അലൈഹി ലഅഇനുല്ലാഹ്.
وأدى ذلك إلى أن صدرت العرب من ذلك الموسم بأمر رسول الله صلى الله عليه وسلم. ഏതാണെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിലും ഹജ്ജിന് വന്ന എല്ലാ ആളുകളും സകല നാട്ടിൽ നിന്ന് വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യങ്ങൾ അവർ കേൾക്കുകയും കാണുകയും ചെയ്ത് അവർ തിരിച്ചുപോയി. വൻതശറ ദിക്റുഹു ഫീ ബിലാദിൽ അറബി കുല്ലിഹ. ആ വർഷത്തോടുകൂടെ തന്നെ അറേബ്യൻ നാടുകളിൽ മുഴുവനും മക്കയിൽ ഇങ്ങനെ ഒരു പുതിയ വാദവുമായി ഒരാൾ പ്രബോധനവുമായി വന്നിട്ടുണ്ട് എന്നുള്ളതും അവിടെയുള്ള ആളുകൾ 2-3 അഭിപ്രായത്തിലാണ് അവൻ്റെ കാര്യത്തിൽ എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൻ്റെ ഒരു പ്രചരണം, അതിൻ്റെ ദഅവത്തിൻ്റെ അതിൻ്റെ ഒരു വിജയം എന്നുള്ള നിലക്ക് ആ കാര്യങ്ങൾ ആ വർഷത്തോടുകൂടെ തന്നെ നടപ്പാക്കി തുടങ്ങുകയും ചെയ്തു എന്നുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിനെ എതിർക്കാൻ വേണ്ടി ഇതുപോലത്തെ പല മാർഗങ്ങളും ഖുറൈശികൾ സ്വീകരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സദസ്സിൽ കൂടെയൊക്കെ അത് ഷേഖ് പറഞ്ഞ ഭാഗങ്ങൾ വായിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം.